ഹലോ എവരിവൺ, ഗുഡ് ഈവനിങ്. നമ്മുടെ ഇന്നലെ മലയാളത്തിന് നെറ്റ് എക്സാം ഇന്നലെ കഴിഞ്ഞിരിക്കുകയാണ് അല്ലെ. നമുക്കറിയാം, കഴിഞ്ഞ ഒരു 6 മാസത്തിന് ശേഷം നമ്മൾ വളരെ പ്രിപ്പയർഡ് ആയിട്ടാണ് നെറ്റ് എക്സാമിന് പോയിട്ടുണ്ടായിരുന്നത്. എല്ലാവരും നല്ല രീതിക്ക് തന്നെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ടാണ്, അതായത് നമ്മുടെ കഴിഞ്ഞ മുൻ വർഷ ചോദ്യങ്ങളിൽ നിന്ന് വളരെ ഡയറക്റ്റ് ആയിട്ടും അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പുകൾ ഒന്നും ഇല്ലാതെയും നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ പറ്റുന്ന സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലാതെയുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്തവണ വന്നിട്ടുള്ളത്. എല്ലാം കൊണ്ടും UGC ഒരു മാറ്റിപ്പിടിക്കലാണ് നടത്തിയിട്ടുള്ളത്. ബിക്കോസ് നമുക്കറിയാം 4 ഓപ്ഷൻസ് ആണ് മുമ്പ് തന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ അത് 4ന്റെ സ്ഥാനത്ത് 5 ഓപ്ഷൻസ് ഒക്കെയാണ് വരുന്നത്. അതിൽ നമുക്ക് ചൂസ് ചെയ്യുന്ന തരത്തിലാണ് മോസ്റ്റ് ഓഫ് ദി ക്വസ്റ്റ്യൻസ്, അതായത് ഏകദേശം ഒരു 100ൽ 50 ചോദ്യങ്ങളും നമ്മൾ നോക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഒരു മാതൃകയിൽ ABC മാത്രം ശരി, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു 3 ചോയ്സസ് തന്നിട്ട് അങ്ങനെ സെലക്ട് ചെയ്യാനായിട്ടാണ് തന്നിരിക്കുന്നത് അല്ലെ. മാത്രമല്ല ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ നോക്കുമ്പോൾ കൂടുതലും വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്താണെന്ന് ചോദിക്കുന്ന തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ടൈപ്പാണ് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അതിൽ കൺഫ്യൂഷൻസ് വരുന്നുണ്ട് തീർച്ചയായിട്ടും. കാലഘട്ടം ചോദിക്കുമ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കുന്ന സമയത്ത് കൺഫ്യൂഷൻസ് ഉണ്ട്, ട്രിക്കിയാണ്, ചില ക്വസ്റ്റ്യൻസ് വളരെ ട്രിക്കിയാണ്. ബട്ട് നമ്മൾ മുൻവർഷ ചോദ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് തീർച്ചയായിട്ടും. അതോടൊപ്പം തന്നെ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് പോലത്തുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട് അല്ലെ. നമ്മൾ അവസാനത്തിലേക്ക് പോകുമ്പോഴേക്കും നല്ല നിലവാരമുള്ള, അല്ലെങ്കിൽ എന്താ പറയാ, നല്ല കുറച്ച് ടഫ് ആയിട്ടുള്ള, നമുക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത ചില ഏരിയകൾ ഒക്കെ എടുത്ത് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ എങ്കിലും കൂടുതൽ ക്വസ്റ്റ്യൻസും നമുക്ക് വളരെ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണെന്നാണ് നമുക്ക് ഫീൽ ചെയ്തത് ഒരു പെട്ടെന്നുള്ള ഒരു അനലൈസിൽ. സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതിന്റെ ആൻസർ കീ വരുന്നത് എന്നുള്ളത്. വളരെ കുറച്ച് സമയം കൊണ്ട് നമ്മൾ കണ്ടുപിടിച്ച ആൻസേഴ്സ്, അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന ആൻസേഴ്സ് ആണ് ഇവിടെ പറയുന്നത്. മാത്രമല്ല ചില ക്വസ്റ്റ്യൻസ് എനിക്ക് ഫീൽ ചെയ്തത് ഡിലീഷൻ സാധ്യതയുള്ള ചില ക്വസ്റ്റ്യൻസും ഇതിലുണ്ട്. ബിക്കോസ് കുറെ ക്വസ്റ്റ്യൻസ് ഓപ്ഷൻസ് കറക്റ്റ് അല്ല, അതായത് നമ്മൾ ഈ ചൂസ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഓപ്ഷൻസ് കൊടുത്തതിൽ ചില മിസ്റ്റേക്സ് വന്നിട്ടുണ്ട്. സോ അത്തരം ക്വസ്റ്റ്യൻസ് ചലഞ്ച് ചെയ്യുകയാണെങ്കിൽ മേ ബി അത് എന്ത് ചെയ്യാം, ഡിലീഷൻ സംഭവിക്കാം. പക്ഷെ എന്നാലും നമുക്ക് അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് തന്നെയാണ് നമുക്ക് ഇത്തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഫീൽ ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് എന്തായാലും അത് നോക്കാം അല്ലെ. നമ്മൾ എല്ലാവരും ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ എടുത്ത് കയ്യിൽ വെച്ച് കൃത്യമായിട്ട് ഇരിക്കുക. ബിക്കോസ് നമുക്ക് ഇത്തവണ ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കാണാം അല്ലെ, നമ്മുടെ കയ്യിൽ ഉണ്ട്. അല്ലാത്ത ഇതിനു മുമ്പുള്ള എക്സാമുകളൊക്കെ CBT ആയിരുന്ന സമയത്ത് നമുക്ക് പ്രൊവിഷണൽ ആൻസർ കീയുടെ ഒക്കെ ഒപ്പമായിരുന്നു നമുക്ക് നമ്മളെ ആൻസർ ചെയ്ത് നമ്മുടെ ക്വസ്റ്റ്യൻസ് പോലും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. സോ പഴയൊരു മോഡലിലേക്ക് തിരിച്ചു പോയപ്പോൾ വീണ്ടും നമ്മുടെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ എഴുതി കഴിഞ്ഞ ഉടനെ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ സഡൻ ആയിട്ട് തന്നെ ചെക്ക് ചെയ്യാൻ പറ്റും ഏതൊക്കെയാണ് കറക്റ്റ് എന്നുള്ളത് അല്ലെ. സോ നമുക്ക് എന്തായാലും ക്വസ്റ്റ്യനിലേക്ക് കടക്കാം, സമയം കളയുന്നില്ല. ഇന്നത്തെ പാർട്ടിൽ നമ്മളൊരു ആദ്യത്തെ ഒരു 50 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് വർക്ക്ഔട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളൊന്ന് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. സോ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ എടുത്ത് വെച്ചിട്ട് റെഡി ആയിട്ടിരിക്കാം. നിങ്ങൾ ചൂസ് ചെയ്ത ഓപ്ഷൻസ് ഏതാണ്, നമുക്ക് കറക്റ്റ് ആയിട്ട് വരുന്ന ഓപ്ഷൻസ് ഏതാണെന്നൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ ആദ്യത്തെ ചോദ്യം ആട്ടക്കഥയുടെ ഭാഗത്ത് നിന്നാണ് അല്ലെ. ആട്ടക്കഥ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ സാഹിത്യ പഠന ഭാഗത്തിൽ നിന്നാണ് നമുക്ക് തന്നിട്ടുള്ള ആദ്യത്തെ ചോദ്യം വരുന്നത്. ഇതിൽ ഇരയിമ്മൻ തമ്പിയുടെ ആട്ടക്കഥകളെ തിരഞ്ഞെടുക്കാനാണ് തന്നിട്ടുള്ളത്. ഒരു 5 ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത്. അതിൽ ഇരയിമ്മൻ തമ്പിയുടെ ആട്ടക്കഥകൾ ഏതൊക്കെയാണ്, അല്ലെ ഇരയിമ്മൻ തമ്പിയുടെ ആദ്യം 3 ആട്ടക്കഥയാണെന്ന് നമുക്കറിയാം അല്ലെ. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ എന്താ പറയാ, സാധാരണഗതിയിൽ ഇരയിമ്മൻ തമ്പിയുടെ ആട്ടക്കഥകളിലെ പദങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ചോദ്യം വരാറുള്ളത്. പക്ഷെ വളരെ ബേസിക് ആയിട്ട് ഏതൊക്കെയാണ് ആട്ടക്കഥ എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. സോ നമുക്ക് അറിയാം ഏതൊക്കെയാണ്. 3 എണ്ണമാണ് ഉള്ളത്. ഉത്തരാ സ്വയംവരം, ദക്ഷയാഗം, കീചകവധം അല്ലെ. ഉത്തരാ സ്വയംവരം, ദക്ഷയാഗം, അതുപോലെ തന്നെ കീചകവധം. ഇത് നമുക്ക് ഡിലീഷൻ ചെയ്ത് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഉറപ്പുള്ള ആൻസേഴ്സ് തിരഞ്ഞെടുത്ത് കണ്ടുപിടിക്കാം. അങ്ങനെ നമുക്ക് ഒരുപാട് ചോയ്സസ് ഇതിൽ ഉണ്ട് എന്നുള്ളതാണ് ഇങ്ങനത്തെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നമ്മൾ നോക്കിയപ്പോൾ ഒരു 100ൽ 50 ചോദ്യങ്ങളും ഈ ഒരു മോഡലിലാണ് വന്നിരിക്കുന്നത്. പിന്നെ ചോദ്യങ്ങൾ അതുപോലെ തന്നെ മാച്ച് ദ ഫോളോയിങ് ആയിട്ട്, അങ്ങനെ വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. സോ നമുക്ക് ഇതിന്റെ ഉത്തരം എന്താണ്? ഓപ്ഷൻ എയും സിയും ഡിയും വരുന്ന ഓപ്ഷനാണ് നമുക്ക് ചൂസ് ചെയ്യേണ്ടത്. അതെ, അവിടെ ഏത് ഓപ്ഷൻ ആണ്? ഓപ്ഷൻ A, C, D വരുന്നത് ഓപ്ഷൻ 2 ആണ്. സോ ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 2 ആണ്. ഓക്കെ, അടുത്ത ചോദ്യം ഒരു ഫോക്ലോറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. മുടിയേറ്റിലെ പ്രധാന വേഷങ്ങൾ എന്താണ് അല്ലെ. മുടിയേറ്റ് എന്നുള്ള കലാരൂപത്തിലെ, അല്ലെങ്കിൽ അനുഷ്ഠാന കലയിലെ പ്രധാനപ്പെട്ട വേഷങ്ങൾ എന്താണ് എന്നുള്ളതാണ് നമ്മുടെ അടുത്തൊരു ചോദ്യം. നോക്കൂ, ഇവിടെ നമുക്ക് അറിയാം എന്താണ് മുടിയേറ്റതിന്റെ ഒരു പ്രമേയം തന്നെ. കാളി
ദാരിക വധമാണ് അല്ലെ. അപ്പൊ എന്തായാലും രണ്ട് കഥാപാത്രങ്ങൾ ഉറപ്പായിട്ടും ഈ കൊടുത്തതിലുണ്ട്, ദാരികനും കാളിയും. അപ്പൊ നമുക്കിനിയിപ്പോ ഇതിൽ വേറെ ഇത് പെട്ടെന്ന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നോക്കുക ദാരികനും കാളിയും വരുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണ്. അപ്പൊ ഇവിടെ എയും ബിയും ഒരുമിച്ച് വരണം അല്ലെ. എയും ബിയും അങ്ങനെ ഒരുമിച്ച് വരുന്ന ഒറ്റ ഓപ്ഷനേ ഇവിടെ ഉള്ളൂ, അത് ഓപ്ഷൻ 3 ആണ്. കോയമ്പിടാർ എന്നുള്ളതും മുടിയേറ്റിലെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ്. സോ നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആണ്. എ ബി ഇ മാത്രം ശരി എന്നുള്ള ഓപ്ഷൻ. നമ്മള് വിമർശനത്തിലേക്ക് വരികയാണ് അല്ലെ. മാറ്റൊലി എന്ന് പറഞ്ഞിട്ടുള്ള മുണ്ടശ്ശേരിയെ പഠന വിധേയമാക്കുന്ന മുണ്ടശ്ശേരിയുടെ നിരൂപണത്തിൽ മാറ്റൊലി എന്ന് പറഞ്ഞ നിരൂപണ കൃതിയിൽ പഠന വിധേയമാക്കുന്ന കൃതികൾ ഏതൊക്കെയാണ്. നമുക്കറിയാം മാറ്റൊലി എന്ന് പറയുന്നത് ആധുനിക കവിത്രയങ്ങളെ പഠിക്കുന്ന ഒരു കൃതിയാണ്. ആധുനിക കവിത്രയങ്ങളിലെ കവികളുടെ ഏതൊക്കെ കൃതികളെയാണ് അവിടെ പഠിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. മാറ്റൊലിയുടെ ഒരു പ്രത്യേകത തന്നെ നമ്മൾ എപ്പോഴും പറയാറുള്ളത് ആധുനിക കവിത്രയത്തിലെ എന്താ പറയാ ഈ വേശ്യ പ്രധാനമായിട്ടുള്ള കവിതകളെയാണ് അതിൽ പഠിക്കുന്നത് നമുക്കറിയാം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കവിതാ രീതിയാണ്. അപ്പൊ അത് ആരുടെയൊക്കെയാണ്? ആശാന്റെ കരുണ, അതുപോലെ തന്നെ വള്ളത്തോളിന്റെ മഗ്ദലന മറിയം, ഉള്ളൂരിന്റെ പിങ്കള. അപ്പൊ ഓപ്ഷൻ എന്ന് പറയുന്നത് ബി സി ഇ എന്ന് വരുന്ന ഓപ്ഷൻ ആണ് ശരി. അതായത് ബി സി ഇ എന്ന് വരുന്ന ഓപ്ഷൻ ആണ്. ഇതില് അച്ഛനും മകളും എന്നുള്ളത് വള്ളത്തോളിന്റെ ആണ്, കർണഭൂഷണം ഉള്ളൂരിന്റെയാണ്. അപ്പൊ നമുക്ക് ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി സി ഇ എന്നുള്ളതാണ് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. അടുത്തത് വ്യാകരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ് അല്ലെ. എന്താണ് അത്? കേരള പാണിനിയമല്ല ചോദിച്ചിരിക്കുന്നത്, പാണിനിയുടെ വ്യാകരണ പദ്ധതിയുടെ സവിശേഷതകളാണ് അല്ലെ. പാണിനി മഹർഷിയുടെ അഷ്ടാധ്യായിയുടെ പാണിനി മഹർഷിയുടെ വ്യാകരണ പദ്ധതിയുടെ അല്ലെങ്കിൽ ആ പാണിനീയത്തിന്റെ സവിശേഷതയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ പെട്ടെന്ന് എന്ത് ചെയ്യരുത്, നമ്മുടെ കേരള പാണിനിയാണെന്ന് പറഞ്ഞിട്ട് തെറ്റിദ്ധരിക്കരുത്. ഓക്കെ. അപ്പൊ നമുക്ക് ഇതിൽ ഓരോരോ റീസൺസ് അവർ എന്തൊക്കെയാണ് പറയുന്നതെന്ന് വായിച്ചു നോക്കാം. ഓപ്ഷൻ എ, വ്യാകരണത്തിന്റെ പഠന വസ്തു സംസാര ഭാഷയാണ്. ഓപ്ഷൻ ബി, ധാതുക്കൾ, പ്രത്യയങ്ങൾ എന്നിവയുടെ സൂക്ഷ്മമായ വിശകലനം. ഓപ്ഷൻ സി, ദ്രാവിഡ വ്യാകരണ പാരമ്പര്യത്തിന്റെ സ്വീകാരം. ഓപ്ഷൻ ഡി, രൂപാധിഷ്ഠിതമായ ഭാഷാ വിവരണം അഥവാ ഫോർമൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ലാംഗ്വേജ്. ഓപ്ഷൻ ഇ, സംസ്കൃത കാവ്യങ്ങളിൽ നിന്ന് ഉദാഹരണങ്ങൾ സ്വീകരിച്ചു. അല്ലെ. നമുക്ക് 5 ഓപ്ഷൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അതിൽ നിന്ന് ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത് എന്നാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് അല്ലെ. അത് നമ്മൾ ഓരോന്നും വായിച്ചു നോക്കുമ്പോൾ വ്യാകരണത്തിന്റെ പഠന വസ്തു സംസാര ഭാഷയാണ് അല്ലെ. അത് നമുക്ക് ഉറപ്പാണ്. കാരണം നമ്മൾ വ്യാകരണം എന്ന് പറയുന്നത് ലിഖിത ഭാഷയ്ക്കാണ് നമ്മൾ വ്യാകരണം ഉണ്ടാക്കുക അല്ലെ. സംസാര ഭാഷയിലേക്ക് വ്യാകരണം നമ്മൾ ഉണ്ടാക്കില്ല, ലിഖിത ഭാഷയ്ക്കാണ് നമ്മൾ വ്യാകരണം ഉണ്ടാക്കുക. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ശരിയാണ് അല്ലെ. ആ സവിശേഷതകളുടെ ഭാഗം തന്നെയാണ്. സോ ഓപ്ഷൻ എ വരുന്ന എത്ര ഓപ്ഷൻസ് ഉണ്ട് നോക്കാം. ആകെ 2 ചോയ്സസിലാണ് ഓപ്ഷൻ എ വരുന്നത്. അപ്പൊ തന്നെ നമുക്ക് തീരുമാനിക്കാം. നമുക്ക് ഈ രണ്ടെണ്ണത്തിന് ഓപ്ഷൻ 2ഉം ഓപ്ഷൻ 3യും നമുക്ക് സ്പോട്ടിൽ എന്ത് ചെയ്യാം, ഡിലീറ്റ് ചെയ്ത് കളയാം. നമുക്ക് നോക്കുകയേ വേണ്ട ആ ഭാഗത്തേക്ക് അല്ലെ. ഇനി അടുത്തൊരു കാര്യം, ഇതിൽ നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഏതാണ്? ധാതുക്കൾ, പ്രത്യയങ്ങൾ എന്നിവയുടെ സൂക്ഷ്മമായ വിശകലനം അല്ലെ. ധാതുക്കൾ, പ്രത്യയങ്ങൾ എന്നിവയുടെ സൂക്ഷ്മമായ വിശകലനം. നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് ഉറപ്പാണ് എന്ത്, ഇതിൽ ധാതുക്കളും പ്രത്യയങ്ങളും എന്തായാലും വിശകലനം ചെയ്തിട്ടുണ്ടാവും. ബിക്കോസ് അതൊരു വ്യാകരണ കൃതിയാണ്, അതിന്റെ സൂക്ഷ്മമായിട്ടുള്ള വിശകലനം അവിടെ നടന്നിട്ടുണ്ട്. നെക്സ്റ്റ്, ദ്രാവിഡ വ്യാകരണ പാരമ്പര്യത്തിന്റെ സ്വീകാര്യം അല്ലെ. നമ്മളിപ്പോ ഓപ്ഷൻ എയും ബിയും ഇപ്പൊ ഓൾറെഡി നമുക്ക് 2 ശരിയാണെന്ന് മനസ്സിലായി. അപ്പൊ നമുക്ക് ഇതും ശരിക്കും ഡിലീറ്റ് ചെയ്ത് കളയാം. പക്ഷെ എങ്കിലും നമുക്ക് നോക്കണമല്ലോ, ബാക്കിയുള്ളതും കൂടെ നമുക്ക് നോക്കാം. ദ്രാവിഡ വ്യാകരണ പാരമ്പര്യത്തിന്റെ സ്വീകാര്യം അല്ലെ. പാണിനീയം എന്നതൊരു സംസ്കൃത വ്യാകരണ കൃതിയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരിക്കലും എന്ത് സ്വീകരിക്കില്ല, ദ്രാവിഡ വ്യാകരണ പാരമ്പര്യം സ്വീകരിക്കില്ല എന്ന് നമുക്ക് വൃത്തിയായിട്ട് അറിയാം. സോ ഓപ്ഷൻ സി എന്തായാലും അല്ല. രൂപാധിഷ്ഠിതമായ ഭാഷാ വിവരണം, യെസ് അല്ലെ. അത് രൂപാധിഷ്ഠിതമായിട്ടുള്ള ഫോർമൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ലാംഗ്വേജ് നമ്മൾ പറഞ്ഞു, സംസാര ഭാഷയുടെ അല്ല, ലിഖിത ഭാഷയുടെ ആണ്. അതുകൊണ്ട് തന്നെ അവിടെ രൂപാധിഷ്ഠിതമായിട്ടുള്ള ഭാഷാ വിവരണം എന്തായാലും ഉണ്ടാവും. സംസ്കൃത കാവ്യങ്ങളിൽ നിന്ന് ഉദാഹരണങ്ങൾ സ്വീകരിച്ചു അല്ലെ. നമ്മൾ ഒരിക്കലും വ്യാകരണത്തിന് നമുക്ക് എന്താവശ്യമില്ല, കാവ്യങ്ങളിൽ നിന്ന് ഉദാഹരണം സ്വീകരിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അതുണ്ടെങ്കിൽ തന്നെ അത് അത്രത്തോളം ഒന്നുമില്ല. അപ്പൊ നമുക്കിത് വളരെ ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ഓപ്ഷൻസ് നമുക്ക് അല്ലാതെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം, വേണ്ട, നമുക്ക് മാറ്റി വെക്കാം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ ബി ഡി എന്നുള്ളതാണ് വരിക. അങ്ങനെയാണെങ്കിൽ അത് ഓപ്ഷൻ 1. 54-ാമത്തെ ചോദ്യം
ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ക്ലിയർ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വ്യാകരണ ഭാഗത്ത് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. വളരെ സിമ്പിൾ ആണ് അല്ലെ. എന്താണ് നിപാതം എന്ന വിഭാഗത്തിൽ പെടുന്ന ദ്യോതകങ്ങൾ ഏതൊക്കെയാണ് അല്ലെ? എന്നിട്ട് അവർ കുറച്ച് സെന്റൻസസ് ആണ്, കുറച്ച് വാക്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ആ വാക്യങ്ങൾ വെച്ചിട്ടാണ് നമ്മുടെ എന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? നിപാതത്തിലെ അല്ലെങ്കിൽ എന്താണ് ദ്യോതക വിഭാഗത്തിലെ നിപാതങ്ങളെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം 2 തരത്തിലുള്ള നിപാതങ്ങളാണുള്ളത്. വികല്പ നിപാതവും സമുച്ചയ നിപാതവും അല്ലെ. സമുച്ചയം എന്ന് പറഞ്ഞാൽ 2 വാക്കുകൾ തമ്മിൽ കൂട്ടിച്ചേർക്കുന്നത് എന്നുള്ളത് സമുച്ചയ നിപാതവും ഓ എന്നുള്ളത് വികല്പ നിപാതവുമാണ്. അപ്പൊ ഈ സെന്റൻസ് നമുക്ക് വളരെ കൃത്യമാണ്. അർജുനൻ എന്ന പോരാളി അല്ലെ. എന്നാന്ന് പറയുന്നത് ഒരിക്കലും ഒരു നിപാതമല്ല, അതെന്താണ് അവ്യയമാണ് അല്ലെ. അവ്യയമാണ്. ഇവിടെ രവിയോ രഘുവോ, അപ്പൊ ഇവിടെ ഓ എന്നുള്ളത് വന്നു അല്ലെ. ഓ എന്നുള്ള വികല്പ നിപാതം വന്നു. അപ്പൊ അത് ഓപ്ഷനിൽ എന്തായാലും ഉണ്ടായിരിക്കും. അപ്പൊ ബി വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. എങ്കിലും നമുക്കൊന്നും കൂടെ ചെക്ക് ചെയ്യണമല്ലോ. വടി കൊണ്ടടിച്ചു അല്ലെ, വടിയാലടിച്ചു എന്നൊക്കെ പറഞ്ഞ് നിന്ന് വെച്ച് കൊണ്ട് എന്നുള്ളതൊക്കെ എന്താണ് ഗതികളാണ് അല്ലെ. ഗതി നമുക്കറിയാം, ഗതി ഘടകം വ്യാക്ഷേപകം എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അത് ഗതിയാണ്. മരത്തിൽ നിന്ന് വീഴുന്നു അല്ലെ, അതും എന്താണ് ഗതികളിലാണ്. രാജാവും രാജ്ഞിയും എന്നുള്ള സമുച്ചയ നിപാതവും വന്നു. സോ നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഇയും വരുന്ന ഉത്തരമാണ് ശരിയായിട്ടുള്ളത്. അതിവിടെ ഓപ്ഷൻ 2 ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ 55ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ 2 ആണ്. പൗരസ്ത്യത്തിന്റെ ഭാഗത്ത് അല്ലെ, പൗരസ്ത്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ദ്രാവിഡ സൗന്ദര്യ ശാസ്ത്രം ലത്തീന സംസ്കാരത്തിന്റെ ഒക്കെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ് അടുത്തത്. തൊൽക്കാപ്പിയത്തിന്റെ 3 ഭാഗങ്ങൾ ഏതൊക്കെയാണ് അല്ലെ? തൊൽക്കാപ്പിയം 3 ഭാഗങ്ങളായിട്ടാണ് വേർതിരിച്ചിരിക്കുന്നത് നമുക്കറിയാം. ആ 3 ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം അല്ലെ. എന്താണ് ചൊല്ലധികാരം? ചൊല്ലധികാരം തൊൽക്കാപ്പിയത്തിന്റെ ഭാഗമാണോ? ആണ്. ചൊല്ലധികാരം തൊൽക്കാപ്പിയത്തിന്റെ ആദ്യത്തെ ഭാഗമാണ്. ഇനി നാമാധികാരമാണോ? നാമാധികാരം അല്ല അല്ലെ. നാമാധികാരം തൊൽക്കാപ്പിയത്തിന്റെ ഭാഗമല്ല, പക്ഷെ അതൊരു വ്യാകരണ കൃതിയുടെ ഭാഗം തന്നെയാണ് അല്ലെ. ഏതാണെന്നൊന്ന് ആലോചിക്കും, നമുക്ക് അവസാനം എന്തായാലും പറയാം. പൊരുളധികാരം അല്ലെ, ഓപ്ഷൻ സി പൊരുളധികാരമാണ്. അതെ, തൊൽക്കാപ്പിയത്തിലെ അടുത്ത അധ്യായം ചൊല്ലധികാരം പൊരുളധികാരം എന്നുള്ളത് തന്നെയാണ്. ഓപ്ഷൻ ഡി എഴുത്തധികാരം. അപ്പോ ഏതൊക്കെയാണ് തൊൽക്കാപ്പിയത്തിലെ 3 ഭാഗങ്ങൾ? ചൊല്ലധികാരം, പൊരുളധികാരം, എഴുത്തധികാരം. ധാത്വധികാരം ഇതിന്റെ അല്ല, തൊൽക്കാപ്പിയത്തിന്റെ ഭാഗമല്ല. പക്ഷെ ഈ നാമാധികാരവും ധാത്വധികാരവും ഒരു വ്യാകരണ ഗ്രന്ഥത്തിലെ അധ്യായങ്ങൾ തന്നെയാണ്. അത് നമ്മളൊക്കെ പഠിക്കുന്ന കേരള പാണിനീയത്തിന്റെ എന്താ പറയാ അധ്യായ വിഭജനാണ് നാമാധികാരം ധാത്വധികാരവും. അപ്പൊ ചിലപ്പോ അടുത്തൊരു പരീക്ഷയ്ക്ക്, ഇനി നമ്മൾ എഴുതാൻ പോകുന്ന അടുത്തൊരു പരീക്ഷയ്ക്ക് ചിലപ്പോ ഇതായിരിക്കാം ചോദിക്കുന്നുണ്ടാവുക അല്ലെ. ഇത് നമ്മുടെ കേരള പാണിനീയത്തിലെ അധ്യായ വിഭജനമായിരിക്കാം ഇനി അടുത്തൊരു എക്സാമിന് ചോദിക്കുന്നുണ്ടാവുക. അതുകൊണ്ട് നമ്മൾ എന്തും കൂടെ നോക്കണം എന്ന് മനസ്സിലായി. ഈ നമ്മൾ പഠിക്കുന്ന ടെക്സ്റ്റുകളുടെ ഒക്കെ അധ്യായ വിഭജനങ്ങളെയും നമ്മൾ നോക്കേണ്ടതുണ്ട്. ഇവിടെ മാത്രമല്ല, നമ്മൾ ഇത് പറയുമ്പോഴും ചോദിക്കുന്നുണ്ട്. നമ്മുടെ വൃത്തമഞ്ജരിയുടെ അധ്യായ വിഭജനവും ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കണമെന്ന് നമുക്ക് ഈ എക്സാമോട് കൂടെ മനസ്സിലായിട്ടുണ്ട്. പൊതുവിൽ നമ്മൾ അങ്ങനെ അധ്യായങ്ങൾ ചോദിച്ച് കണ്ടിട്ടില്ല, പക്ഷെ ഇത്തവണ അധ്യായങ്ങൾ ചോദിക്കുന്നുണ്ട്. സോ നമ്മൾ ഇനി മുതൽ അതുകൂടെ ശ്രദ്ധിക്കണം അല്ലെ. ലീലാതിലകത്തിന്റെ 8 ശില്പങ്ങളും 8 ശില്പങ്ങളിലും എന്തൊക്കെയാണ്, അതുപോലെ തന്നെ കേരള പാണിനീയത്തിന്റെ വൃത്തമഞ്ജരിയുടെ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇനി അടുത്ത പരീക്ഷ ആകുമ്പോഴേക്കും നോക്കിയിരിക്കണം എന്നുള്ളൊരു ഒരു സൂചന കൂടി ഈ പരീക്ഷ നൽകുന്നുണ്ട്. സോ നമ്മുടെ ഇവിടെ ഉത്തരം എന്ന് പറയുന്നത് ചൊല്ലധികാരം, എഴുത്തധികാരം, പൊരുളധികാരം. ഓപ്ഷൻ എ, സി, ഡി എന്നിവ വരുന്ന 2ാമത്തെ ഓപ്ഷനാണ് 56ാമത്തേതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. 57ാമത്തെ ചോദ്യം അല്ലെ. 57ാമത്തെ ചോദ്യം നമ്മൾ ചിലപ്പോ വിശ്വസാഹിത്യ ദർശനങ്ങളൊക്കെ കംപ്ലീറ്റ് അരിച്ചു വരുത്തി വായിച്ചിട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ അതിൽ എവിടെ ഞങ്ങൾ ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ നമ്മൾക്ക് തോന്നും. പക്ഷെ ഭക്തിരസത്തിന്റെ വിഭജനം നമുക്ക് പറയുന്നുണ്ട്. ഇതിൽ നമുക്ക് പെട്ടെന്ന് ഒഴിവാക്കാൻ പറ്റുന്ന 2 രസങ്ങളാണുള്ളത്. അതൊന്ന് വിസ്മയവും ഒന്ന് നിർവേദവുമാണ് അല്ലെ. നിർവേദം എന്ന് പറഞ്ഞാൽ ഏത് രസമാണ്? ശാന്തം തന്നെയാണ്. ശാന്തം അഥവാ ശമം എന്നൊക്കെ പറയുന്ന ആ രസം തന്നെയാണ് നിർവേദം എന്ന് പറയുന്നത്. സോ എന്തായാലും ഭക്തിയുടെ ഒരു രസമായിട്ട് എന്തിനെ പറയുന്നില്ല? നിർവേദത്തിനെ പറയുന്നില്ല. ഓക്കെ, അപ്പൊ പ്രധാനമായിട്ട് ഭക്തിരസത്തിന്റെ വിഭജനത്തിൽ വരുന്ന 3 രസങ്ങളാണ് മധുരം, പ്രേയാൻ, വത്സലം അഥവാ വാത്സല്യം, വത്സലം എന്നൊക്കെ പറയുന്ന 3 രസങ്ങൾ. മധുരം, പ്രേയാൻ, വത്സലം എന്ന് പറഞ്ഞിട്ടുള്ള 3 രസങ്ങൾ എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പൊ നമ്മുടെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ, സി, ഡി എന്നുള്ളതാണ്. സോ നമ്മുടെ 4ാമത്തെ ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, ഓപ്ഷൻ 4. താഴെ പറയുന്നവയിൽ ശ്വാസി വിഭാഗത്തിൽ പെടുന്നവ. അപ്പൊ നമുക്ക് അറിയണം എന്താണ് ഈ ശ്വാസി, അല്ലെ? ശ്വാസി നാദി വിഭജനം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? എന്താണ് ശ്വാസി എന്നുള്ളത് നമുക്കിവിടെ അറിയേണ്ടതുണ്ട് അല്ലെ? എന്താണ് ശ്വാസികള്? നമുക്കറിയാം, നമ്മൾ അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന സമയത്ത് വായുവിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു തുറന്നുവിടൽ അല്ലെങ്കിൽ വായു പ്രവാഹത്തിന് പൂർണ്ണമായിട്ടുള്ള സ്വതന്ത്രത്തോടു കൂടി കടന്നു പോകുന്നുണ്ട്. ചില അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ നമുക്ക് വായുവിനെ തടഞ്ഞു നിർത്തിയിട്ട് ഉച്ചരിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. സോ അങ്ങനെയുള്ള ഒരു എന്താ പറയാ, ഇതിനെയാണ് നമ്മൾ ശ്വാസി നാദി വിഭജനം എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ശ്വാസികൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഖരം, അധികരം, അതുപോലെ തന്നെ ഊഷ്മാക്കളാണ്. ഖര, അധികര, ഊഷ്മാക്കളെയാണ് നമ്മൾ ശ്വാസിയിൽ പെടുന്നത്. മറ്റുള്ളവയെല്ലാം മൃദു, ഘോഷം, അനുനാസികം, അതുപോലെ തന്നെ പഞ്ചമങ്ങളും സ്വരങ്ങളും ഒക്കെ നാദി വിഭാഗത്തിൽ പെടുന്നു. അപ്പൊ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് ശ്വാസി വിഭാഗത്തിലാണ്. അപ്പൊ ശ്വാസികളിലാണ് നമ്മൾക്ക് ഖരവും അധികരവും വരുന്നത് നോക്കിയാൽ മതി. അപ്പൊ ഈ അക്ഷരങ്ങളിൽ നിന്ന് ഖരാക്ഷരങ്ങളും അധികാക്ഷരങ്ങളും ഉണ്ടോ എന്ന് നോക്കുക അല്ലെ? രണ്ടെണ്ണം സെലക്ട് ചെയ്യേണ്ട ആവശ്യം. നമുക്കറിയാം ഭ എന്ന് പറയുന്നത് എന്താണ്? അധികരമാണ് അല്ലെ? ഖരമല്ല, അധികരമാണ്. അതുപോലെ തന്നെ ഛായും അധികരമാണ്. സോ അത് രണ്ടുമാണ് നമ്മുടെ ഓപ്ഷൻ ആയിട്ട് വരുന്നത്, ഓപ്ഷൻ എയും ഓപ്ഷൻ ഡിയും. അപ്പൊ നമ്മുടെ ചോയ്സ് എന്ന് പറയുന്നത് ചോയ്സ് 4 ആണ് നമ്മുടെ ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോവലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. വി ഷിനിലാൽ രചിച്ച നോവലുകൾ ഏതൊക്കെയാണ്? വി ഷിനിലാൽ രചിച്ചിട്ടുള്ള നോവലുകൾ ഏതൊക്കെയാണ് അല്ലെ? അപ്പൊ നമുക്ക് ഇതിൽ പെട്ടെന്ന് ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നോവലാണ് പുറ്റ് അല്ലെ? വിനോയ് തോമസിന്റെ ആണ് പുറ്റ് എന്ന് നമുക്കറിയാം. സോ പുറ്റ് എന്തായാലും അല്ല നമുക്ക് ഉറപ്പിക്കാം. അപ്പൊ ഓപ്ഷൻ ഡി വരുന്ന ഈ 4ാമത്തെ ഓപ്ഷൻ നമുക്ക് അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാം അല്ലെ? ഡിലീഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഡിലീറ്റ് ചെയ്ത് കളയാം. ഇതിൽ നമുക്ക് എന്തായാലും നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് ഏതൊക്കെയാണ്? ഓപ്ഷൻ 2 ആണ്. അടി എന്നുള്ളതും ഇരു എന്നുള്ളതുമാണ് ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത്. അടി എന്നുള്ള നോവലും ഇരു എന്നുള്ള നോവലുമാണ് വി ഷിനിലാൽ രചിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാക്കി 3 നോവലുകൾ കൂടെ നോക്കാം അല്ലെ? എന്താണ്? മുക്തിബാഹിനി എന്ന് പറഞ്ഞിട്ടുള്ള നോവല് ജിസ ജോസ് രചിച്ചിട്ടുള്ളതാണ് മുക്തിബാഹിനി. അതുപോലെ തന്നെ പൊനം, KN പ്രശാന്തിന്റെ പൊനം. പുറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു വിനോയ് തോമസിന്റെ ആണ് പുറ്റ്. സോ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് അടി ആൻഡ് ഇരു ആണ് അല്ലെ? ഓപ്ഷൻ സി ആൻഡ് ഓപ്ഷൻ ഇ എന്ന് പറയുന്നതാണ് നമ്മുടെ ചോയ്സ്. സോ നമ്മുടെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ 2 ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, ഓപ്ഷൻ 2. ഇവിടെയാണ് നമുക്ക് അടുത്തൊരു ചെറിയൊരു ഇത് വരുന്നത്. ഇവിടെ നമ്മൾ ചോദിക്കുന്നത് രചനാകാലം അനുസരിച്ച് ഭാരതീയ കാവ്യശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ ശരിയായ ഗണം ഏതാണ് എന്നുള്ളതാണ്. രചനാകാലം അനുസരിച്ചിട്ടുള്ള ഭാരതീയ കാവ്യശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ ശരിയായ ഗണം ഏതാണെന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ചിലവർക്ക് ഇതിന്റെ കറക്റ്റ് കാലഘട്ടം അറിയുന്നുണ്ടാവില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ അലങ്കാരികന്മാരെ വെച്ചിട്ട് നമുക്ക് അതിന്റെ ഒരു കാലനിർവചനം വേണമെങ്കിൽ നടത്താം അല്ലെ? ചിലപ്പോൾ നമ്മൾ അത്ര പെട്ടെന്ന് നമുക്ക് കൃതികൾ അറിയാം, എഴുത്തുകാരെ അറിയുന്നുണ്ടാവാം, പക്ഷെ നമ്മൾ പക്ഷെ ഈ കാലഘട്ടം ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല കാര്യമായിട്ട്. സോ നമ്മൾ കാലഘട്ടങ്ങളും കൂടെ ശ്രദ്ധിക്കണം എന്നുള്ള സൂചന കൂടി നൽകുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇത് എഴുതിയിട്ടുള്ള ആളുകളുടെ കാലഘട്ടം അനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ ഇതിനെ തിരിക്കാം അല്ലെ? എക്സാം ഹാളിൽ എവിടെയെങ്കിലും തിരിക്കാം. സോ നമുക്ക് ഓരോന്നിന്റെ ആൾക്കാരെ ആദ്യം പറയാം. എല്ലാവർക്കും അറിയുന്ന ഗ്രന്ഥങ്ങൾ തന്നെയാണ്, ഒരിക്കലും അതൊരു കൺഫ്യൂസിങ് ക്വസ്റ്റ്യനേ അല്ല. അതായത് നമുക്കറിയാം ധ്വന്യാലോകം ആനന്ദവർദ്ധനന്റെ ആണ്, രസഗംഗാധരം ജഗന്നാഥ പണ്ഡിതരാണ്, അതുപോലെ തന്നെ കാവ്യാലങ്കാരം അല്ലെ ഭാമഹന്റെ ആണ്, കാവ്യപ്രകാശകാരൻ മമ്മടൻ എന്നാണ് പറയുക, കാവ്യപ്രകാശം മമ്മടൻ, കാവ്യാദർശം ദണ്ഡി. ഇനി ഇവരുടെ കാലഘട്ടം നോക്കുമ്പോ അല്ലെ, ഇതിൽ ഏറ്റവും ആദ്യത്തെ വ്യക്തി ആരെന്നെയാണ്? ഭാമഹനാണ്. സോ ഭാമഹന്റെ കാവ്യാലങ്കാരം തന്നെയാണ് ആദ്യത്തെ ആയിട്ട് വരിക. ഭാമഹൻ എന്താണ് 7ാം നൂറ്റാണ്ടിലാണ്. അപ്പൊ ഭാമഹൻ കാവ്യാലങ്കാരമാണ് ആദ്യം വരുന്നത്. അപ്പൊ ഓപ്ഷൻ സി തന്നെയാണ് ആദ്യം വരേണ്ടത്. സോ നമുക്ക് ഓപ്ഷൻ സി ഫസ്റ്റ് വരുന്ന ഒറ്റ ചോയ്സേ ഉള്ളൂ, അത് ഓപ്ഷൻ 1 ആണ് അല്ലെ? ഓപ്ഷൻ 1 ആണ്. പക്ഷെ ഇതിലൊരു ചെറിയൊരു പ്രശ്നമുള്ള എന്താന്ന് വെച്ചാല് ഇതില് ഈ രണ്ടാമത് വരുന്ന ആളെന്ന് പറഞ്ഞത് ദണ്ഡിയാണ് വരേണ്ടത്. ദണ്ഡിയാണ് രണ്ടാമത് 7, 8ാമത്തെ ആളായിട്ട് ദണ്ഡി വരണം. അതുപോലെ തന്നെ നമ്മുടെ ആനന്ദവർദ്ധൻ ധ്വന്യാലോകകാരൻ അതിനുശേഷമാണ് ഈ പറഞ്ഞിട്ടുള്ള
മമ്മടൻ വരുന്നു, പിന്നെ ജഗന്നാഥ പണ്ഡിതര് വരുന്നു. പക്ഷെ ഇതിൽ ചില സമയത്ത് നമുക്കൊരു സംശയം തോന്നാം ഈ എന്താണ് കാലഘട്ടങ്ങൾ തമ്മില്. പക്ഷെ വളരെ കൃത്യമായിട്ട് അതില് പറഞ്ഞിട്ടുണ്ട് CEADB ഇത് തന്നെയാണ് അതിന്റെ ഉത്തരം വരുന്നത്. എന്തെങ്കിലും കാരണം കൊണ്ട് ചിലപ്പോ കാലഘട്ടങ്ങൾ നമുക്ക്, അതായത് നമ്മുടെ മാറ്റല്ല, UGC ഉദ്ദേശിക്കുന്ന ആൻസർ അതല്ല എന്നുണ്ടെങ്കിൽ മേബി അതൊരു ഡിലീഷൻ ആവാം. പക്ഷെ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ നമ്മുടെ കയ്യിലുള്ള കാലഘട്ടം അനുസരിച്ചിട്ട് ഓപ്ഷൻ ഇത് തന്നെയാണ് വരിക. CEADB എന്നുള്ളത് കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് നമുക്ക് വരുന്നുണ്ട്. സോ ധ്വന്യാലോകം ആനന്ദവർദ്ധനൻ, കാവ്യാലങ്കാരം ഭാമഹൻ, കാവ്യാദർശം ദണ്ഡി, രസഗംഗാധരം ജഗന്നാഥ പണ്ഡിതർ, കാവ്യപ്രകാശം മമ്മടൻ. അപ്പൊ ഇതിന്റെ ഓർഡർ ആദ്യം ഭാമഹൻ കാവ്യാലങ്കാരം, അതിനുശേഷം കാവ്യാദർശം, അതുപോലെ തന്നെ ധ്വന്യാലോകം, കാവ്യപ്രകാശം, രസഗംഗാധരം എന്നുള്ള ഓർഡറിലാണ് ഉത്തരം വരുന്നത്. സോ നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ 1 ആണ്. ചോയ്സ് 1 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. സംസ്കൃത നാടകങ്ങളിലെ പഞ്ചസന്ധികളുടെ ക്രമം അല്ലെ, നമുക്ക് പേരെന്തായാലും നമുക്ക് ഓർമ്മയുണ്ടാവും. പക്ഷെ നമുക്കിവിടെ ക്രമമാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. ക്രമം, അതിന്റെ ക്രമം എങ്ങനെയാണ് എന്നുള്ളതാണ് നമുക്ക് തന്നിട്ടുള്ള ചോദ്യം. അപ്പൊ നമുക്കറിയാം മുഖം പ്രതിമുഖം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങുക. പഞ്ചസന്ധികളെ നമ്മൾ തുടങ്ങുന്നത് തന്നെ മുഖം പ്രതിമുഖം എന്ന് പറഞ്ഞിട്ടാണ്. അത് എല്ലാവർക്കും കിട്ടുമെന്ന് UGCക്ക് നല്ല ധാരണ ഉള്ളത് കൊണ്ടാണ് എല്ലാ ഓപ്ഷൻസിന്റെയും ആദ്യം CD എന്നുള്ള ഓപ്ഷൻ തന്നെയാണ് UGC വെച്ചിരിക്കുന്നത്. അവിടുന്ന് അങ്ങോട്ടാണ് നമുക്ക് ചെറിയ കൺഫ്യൂഷൻ വരുന്നത്. നമുക്ക് അഞ്ചെണ്ണത്തിന്റെ പേരറിയാം, പക്ഷെ ഈ ഓർഡർ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുന്നില്ല, 1 2 എണ്ണോ ഒക്കെ ചിലപ്പോൾ മാറി പോയിരിക്കാം. പക്ഷെ ഒരിക്കലും മാറരുത്. മുഖം, പ്രതിമുഖം, ഗർഭം, വിമർശം, നിർവഹണം എന്നുള്ളതാണ് അതിന്റെ ആ ഒരു ഓർഡർ എന്ന് പറയുന്നത്. മുഖം, പ്രതിമുഖം, ഗർഭം, വിമർശം, നിർവഹണം. സോ ഓപ്ഷൻ ഏതാണ് വരിക? ഓപ്ഷൻ അല്ലെ CDBAE. സോ ഓപ്ഷൻ 3 ആണ് വരിക. നമ്മുടെ ചോയ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ 3 ആണ്. ഓക്കെ. സാധാരണഗതിയിൽ നമുക്ക് മുൻകാലത്തൊക്കെ ചോദ്യങ്ങൾ വരിക ഈ കാണ്ഡങ്ങൾ, ഓരോ കാണ്ഡങ്ങൾ എന്തായാലും കണ്ടുപിടിക്കാനുണ്ടാവും. പക്ഷെ ആ കാണ്ഡങ്ങളിൽ വരികൾ കൊടുത്തിട്ടാണ് സാധാരണഗതിയിൽ ചോദിക്കാറുള്ളത്. ഓരോ കാണ്ഡത്തിലെയും വരികൾ കൊടുക്കും. എന്നിട്ട് ആ വരികൾ നമ്മൾ മാച്ച് ദ ഫോളോയിങ് ചെയ്യിക്കാനാണ് കൂടുതലും ചോദിച്ചു കാണാൻ. ഞങ്ങൾ ഒറ്റയ്ക്ക് ഒരു കാണ്ഡത്തെ മാത്രം ചോദിക്കുകയാണെങ്കിൽ തന്നെ അത് ഒരു വരി കൊടുത്തിട്ട് ആ വരി ഏത് കാണ്ഡത്തിലാണ് വരുന്നത് എന്നുള്ള രീതിക്കാണ് ചോദ്യം വരാറുള്ളത്. സോ നമുക്കിവിടെ നോക്കുമ്പോൾ എന്താ ചോദിച്ചിട്ടുള്ളത്? ക്രമമാണ്. അതായത് അധ്യാത്മരാമായണം കിളിപ്പാട്ടില് എങ്ങനെയാണ് എഴുത്തച്ഛൻ ഇതിന്റെ ഒരു ക്രമം നിർവഹിച്ചിരിക്കുന്നത് അല്ലെ? എത്ര കാണ്ഡങ്ങളാണുള്ളത്? 6 കാണ്ഡങ്ങളാണ് നമുക്കുള്ളത് അല്ലെ. പ്രധാനമായിട്ട് വരുന്ന 6 കാണ്ഡങ്ങളാണുള്ളത്. ഉത്തരകാണ്ഡം കൂടെ എടുക്കുകയാണെങ്കിൽ 7 കാണ്ഡം എന്നൊക്കെ നമ്മൾ പറയാം. പക്ഷെ 6 കാണ്ഡങ്ങളാണ് പ്രധാനമായിട്ട് നമ്മൾ എപ്പോഴും ചോദിക്കാറുള്ളത്. ബാലകാണ്ഡം, അയോധ്യാകാന്ഡം, ആരണ്യകാന്ഡം, കിഷ്കിന്ധാകാന്ഡം, സുന്ദരകാന്ഡം, യുദ്ധകാന്ഡം എന്നിങ്ങനെ 6 കാണ്ഡങ്ങളാണ് നമുക്കുള്ളത്. ഇപ്പൊ തന്നെ ഇങ്ങനെ ഓർഡറിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. എന്താണ് ഇവിടെ നമുക്ക് ബാലകാന്ഡം കൊടുത്തിട്ടില്ല. അയോധ്യാകാന്ഡം മുതലാണ് തുടങ്ങുന്നത്. രാമായണ കഥ അറിയും അല്ലെങ്കിൽ രാമായണത്തെ കുറിച്ചുള്ള ധാരണ ഉള്ളവർക്ക് വളരെ എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ഇപ്പൊ നമ്മൾ അധ്യാത്മ രാമായണം കിളിപ്പാട്ട് കണ്ടിട്ടില്ല, അല്ലെങ്കിൽ അത് നോക്കിയിട്ടില്ല, അതിന്റെ അധ്യായ വിഭജനം ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിലും ആ ഒരു കഥയുടെ ഒരു ഗതി വെച്ച് നമുക്കിത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. എന്താണ് ആദ്യം അയോധ്യാകാന്ഡമാണ്. ബാലകാന്ഡം കഴിഞ്ഞാൽ പിന്നെ അവർ നേരെ അയോധ്യാകാന്ഡത്തിലേക്കാണ് അല്ലെ. അയോധ്യാകാന്ഡമാണ് ആദ്യത്തേതെന്ന് പറഞ്ഞത്. അപ്പൊ ഓപ്ഷൻ ഡി ഫസ്റ്റ് ആണ് നമുക്ക് ഉറപ്പിക്കാം. അങ്ങനെ ഓപ്ഷൻ ഡി ഫസ്റ്റ് വരുന്ന 2 ഓപ്ഷൻസ് ആണ്, ചോയ്സസ് ആണ് നമുക്കുള്ളത്. ഇനി അവസാനത്തേത് യുദ്ധകാന്ഡവുമാണ് അല്ലെ. അത് നമുക്ക് ധാരണയുണ്ട്. 2ലും ഓപ്ഷൻ സി അവസാനവുമാണ്. സോ നമുക്ക് അതിന്റെ ഇടയിലുള്ള കാര്യങ്ങളും കൂടെ കിട്ടണം. അപ്പൊ അതിന്റെ ആദ്യത്തെ അയോധ്യാകാന്ഡം ഓപ്ഷൻ ഡി, ആരണ്യകാന്ഡം ഓപ്ഷൻ ബി, അതുപോലെ തന്നെ കിഷ്കിന്ധാകാന്ഡം, സുന്ദരകാന്ഡം, യുദ്ധകാന്ഡം എന്നിങ്ങനെയാണ് അത് വരുന്നത്. സോ അങ്ങനെ വരുന്ന ഒറ്റ ഓപ്ഷനെ നമുക്കുള്ളൂ, ഓപ്ഷൻ 2 DBEAC. ഓപ്ഷൻ 2 ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നമുക്ക് കാണുമ്പോൾ കുറച്ചയ്യോ ഇതെന്താ ഇങ്ങനെയെന്ന് തോന്നും. പക്ഷെ വളരെ എളുപ്പമുള്ള, നമുക്കൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കഥയൊക്കെ വെച്ചിട്ട് സുഖമായിട്ട് എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് ഇതിലൊക്കെ ഇത്രയും നമ്മൾ നേരെ നോക്കിയപ്പോഴും വന്നിരിക്കുന്നത് അല്ലെ. ഇവിടെയാണ് നമ്മൾ ചിലപ്പോൾ നിങ്ങളൊന്ന് ചെറുതായിട്ടൊന്ന് പെട്ടുപോയിട്ടുണ്ടാവുക. വൃത്തങ്ങളുടെ അതായത് അക്ഷരസംഖ്യ കൂടുന്നതിനനുസരിച്ച് വൃത്തങ്ങളുടെ ശരിയായ ഗണം. ചിലപ്പോൾ വൃത്തത്തിന്റെ ലക്ഷണം തന്നാൽ പോലും നമ്മൾ കണ്ടുപിടിക്കുമായിരിക്കാം. പക്ഷെ നമ്മൾ ഒരുപക്ഷെ ഈ അക്ഷരസംഖ്യ നമ്മൾ അധികം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ശ്രദ്ധിക്കാത്ത മേഖലകളിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടെന്നുള്ളതാണ്. അത് എളുപ്പവുമാണ്, പക്ഷെ നമ്മൾ ഭയങ്കര കെയർലെസ് ആയി വിട്ടിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ടാവില്ല.
അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇത്തവണ എടുത്തിരിക്കുന്നത്. സിമ്പിൾ ആണെങ്കിലും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല, ഇത്ര സിമ്പിൾ ആയിട്ട് ചോദിക്കും, സോ ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല അങ്ങനെ വിചാരിച്ച് വിട്ടിട്ടുള്ള ഒരു ചോദ്യമായിരിക്കും. ചോദ്യത്തിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ വരുന്നത്. അക്ഷരസംഖ്യ കൂടുന്നതിനനുസരിച്ചിട്ടുള്ള വൃത്തങ്ങളുടെ ശരിയായ ഗണം ഏതാണ് എന്നുള്ളതാണ് നമുക്ക് ഇവിടെയുള്ള ഈ ചോദ്യം എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് എല്ലാത്തിനും ലക്ഷണമൊക്കെ അറിയണ്ടാവും അല്ലെ, എന്താണ് വസന്തതിലകം, ചൊല്ലാം വസന്തതിലകം അല്ലെ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അറിയാം. അതുപോലെ തന്നെ മന്ദാക്രാന്ത, വമന തരംഗം, 4 6 7 ആയികം എന്നൊക്കെ പറഞ്ഞിട്ട് ലക്ഷണമൊക്കെ നമ്മൾ അങ്ങനെ കട്ടയ്ക്ക് പഠിച്ചു വെച്ചിട്ടുണ്ടാവും. പക്ഷെ ഇതിലൊക്കെ അക്ഷരങ്ങൾ എത്രയാണ്, അല്ലെങ്കിൽ അക്ഷരത്തിന്റെ ആ ഒരു എണ്ണം എങ്ങനെയാണ് കൂടുന്നത് എന്നും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മളത് ഇനി മുതൽ അത് ശ്രദ്ധിക്കണം എന്നുള്ള ഒരു പാഠം കൂടെ നമുക്ക് ഇവിടെ കിട്ടുകയാണ്. തൊട്ടടുത്ത ചോദ്യവും വൃത്തമഞ്ജരിയായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെയാണ്. അതും നമുക്കൊരു പാഠമാണ്, അടുത്ത എക്സാമുകൾക്ക് നമുക്കൊരു പാഠമാണ് എന്നാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഏതാണ് ഉത്തരം എന്ന് നോക്കാം. ഇവിടെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ചെറിയ അക്ഷരസംഖ്യ കൂടുന്നതിനനുസരിച്ചിട്ടാണല്ലോ. അപ്പൊ നമുക്ക് ഏറ്റവും ചെറിയ സംഖ്യ വരുന്നത് ഏതാണ്? രഥോധതയാണ്. രഥോധതയിൽ 11 അക്ഷരങ്ങളാണ് വരുന്നത്, രഥോധത. അതിനുശേഷം വരുന്ന രണ്ടാമത്തേത് വസന്ത തിലകമാണ്. അപ്പൊ ഓപ്ഷൻസ് ഒപ്പം നോക്കി പോവാട്ടോ. ആദ്യം വരുന്നത് ബി ആണ്. ബി വരുന്ന 2 ഓപ്ഷൻസ് നമുക്ക് ഉണ്ട്. ഇനി 14 അക്ഷരമുള്ള വസന്ത തിലകമാണ് രണ്ടാമത് വരിക. അപ്പൊ ഓപ്ഷൻ 4 നമ്മൾ ഏകദേശം ഉറപ്പിച്ചു. പക്ഷെ നമുക്ക് ബാക്കി കൂടെ അറിയണമല്ലോ അല്ലെ. വസന്ത തിലകം. മന്ദാക്രാന്ത അക്ഷരസംഖ്യ 17. ശാർദൂല വിക്രീഡിതം അക്ഷരസംഖ്യ 19. ശ്രദ്ധര അക്ഷരസംഖ്യ 21. സോ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ 4 തന്നെയാണ്. പക്ഷെ നമ്മൾ അതിന്റെ അക്ഷരസംഖ്യകൾ കൂടെ ഇനി മുതൽ ശ്രദ്ധിച്ചു വെച്ചേക്കുക. അപ്പൊ ഓപ്ഷൻ ബി, ഇ, സി, എ, ഡി എന്നുള്ളതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ ഓപ്ഷൻ ഏതാ, ചോയ്സ് ഏതാണ്? ചോയ്സ് 4 ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ, അതുപോലെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഭാഷാഭൂഷൺ അല്ലെങ്കിൽ എന്താ പറയാ ഇതിന്റെ തൊൽക്കാപ്പിയത്തിന്റെ വിഭജനം ചോദിച്ച പോലെ തന്നെയാണ് ARന്റെ വൃത്തമഞ്ജരിയിലെ വിഷയാനുക്രമം ഏത് തരത്തിലാണ്? വിഷയാനുക്രമം എന്ന് പറഞ്ഞാൽ ആ ഇൻഡെക്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അധ്യായ വിഭജനം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് അറിയാം. നമ്മൾ ചിലപ്പോൾ നോക്കിയിട്ടുണ്ടാവില്ല, നമ്മൾ ഫ്രണ്ട് പേജ് ഒന്നും നോക്കില്ല അല്ലെ. നമ്മൾ ആകെ വൃത്തങ്ങളുടെ ലക്ഷണം പഠിക്കും, എന്തെങ്കിലും ഒരു ഉദാഹരണങ്ങൾ ജസ്റ്റ് നോക്കി വെക്കുന്നു അല്ലെ, അങ്ങനെയൊക്കെ നമ്മൾ പഠിക്കാറുള്ളൂ വൃത്തങ്ങൾ. പക്ഷെ ഇവിടെ വളരെ എന്താ പറയാ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു സാധനമാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. പക്ഷെ തെറ്റാൻ വളരെ വലിയ സാധ്യതയുള്ള ഒരു കാര്യം കൂടെയാണ് അല്ലെ. തെറ്റാൻ തീർച്ചയായിട്ടും ഒരു ട്രിക്കി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതെന്ന് പറയുന്നത്. ഇതിന്റെ ആ ഒരു ഓർഡർ എന്ന് പറയുന്നത് എങ്ങനെയാണ് എന്നുള്ളതായിരുന്നു നമ്മുടെ ചോദ്യം. സോ ഇതിന്റെ ഓപ്ഷൻ എന്ന് പറയുന്നത്, ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ 1 ആണ്. ഓപ്ഷൻ 1 DECAB ഈ ഓർഡറിലാണ് നമുക്ക് വൃത്തമഞ്ജരിയിൽ ഇതിന്റെ ഒരു വിഭജനം കാണാൻ പറ്റുക. പരിഭാഷാ പ്രകരണം, സമവൃത്ത പ്രകരണം, ദണ്ഡക പ്രകരണം, മാത്രാവൃത്ത പ്രകരണം, അതുപോലെ തന്നെ ഭാഷാവൃത്ത പ്രകരണം എന്നുള്ള ഈ ഒരു ഓർഡറിലാണ് നമുക്ക് അവിടെ എന്ത് കാണാൻ പറ്റുന്നത്? നമ്മുടെ എന്താ വൃത്തമഞ്ജരിയിൽ AR അതിനെ വിഭജിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അല്ല സോറി, ഓപ്ഷൻ 1 ആണ്. സോറി, DECAB എന്നുള്ള ഈ ഒരു ഓർഡറിലാണ് അതിൽ അദ്ദേഹം ആ ഒരു അധ്യായ വിഭജനം നടത്തി. വൃത്തമഞ്ജരി കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എടുത്ത് അപ്പൊ തന്നെ ചെക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, നമ്മുടെ 65-ാമത്തെ ചോദ്യം അല്ലെ. എന്താണ് 65-ാമത്തെ ചോദ്യം? വ്യഞ്ജന വർണ്ണങ്ങൾ ഉച്ചാരണ സ്ഥാനങ്ങളുടെ ശരിയായ ക്രമം അല്ലെ. വ്യഞ്ജന വർണ്ണങ്ങൾ ഉച്ചാരണ സ്ഥാനങ്ങളുടെ ശരിയായിട്ടുള്ള ക്രമം ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. എങ്ങനെയാണ് നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റുക? നമുക്കറിയാം എന്താണ്, നമ്മൾ എങ്ങനെയാണ് പറയാ? കണ്ഠ്യം, താലവ്യം അല്ലെ. കണ്ഠ്യം, താലവ്യം, മൂർധന്യം, ദന്ത്യം, ഓഷ്ട്യം അല്ലെ. ഇവിടുന്നാണ് നമ്മൾ തൊണ്ടയിൽ നിന്ന് തുടങ്ങുന്നു, കണ്ഠത്തിൽ നിന്ന് തുടങ്ങി താലവ്യം നമ്മുടെ ഊന് എന്ന് പറയുന്ന ഭാഗം, അതുപോലെ തന്നെ മൂർധന്യം അല്ലെ, മൂർധന്യത്തിലേക്ക് വന്നു, ദന്ത്യം പല്ലുകൾ കഴിഞ്ഞ് ചുണ്ടുകളിലേക്ക്, ഓഷ്ട്യം. ഇങ്ങനെയാണ് അതിന്റെ ഒരു വിഭജനം വരിക. ഒരു സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്, നമുക്ക് എന്തായാലും എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമായിരുന്നു. നമ്മളിവിടെ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ 2 ആണ്. CBDEA അല്ലെ, CBDEA.
അടുത്തത് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉത്തരം കണ്ടെത്താൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. മണിപ്രവാള ലഘുകാവ്യങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നവ അല്ലെ. മണിപ്രവാള ഈ കൊടുത്തിരിക്കുന്ന 5 ഓപ്ഷനുകളിൽ മണിപ്രവാള ലഘുകാവ്യങ്ങൾ ഏതൊക്കെയാണ് അല്ലെ. നമുക്ക് ഫസ്റ്റ് തന്നെ രണ്ടെണ്ണത്തിന് സുഖമായിട്ട് ഒഴിവാക്കാം. ചന്ദ്രോത്സവവും ഉണ്ണിയാടി ചരിതവും. അത് ലഘുകാവ്യം അല്ല അല്ലെ. ഉണ്ണിയാടി ചരിതം ചന്ദ്രോത്സവം ചമ്പുക്കളാണ്. ഉണ്ണിയാടി ചരിതം പ്രാചീന ചമ്പുവാണ്. ചന്ദ്രോത്സവം ആധുനിക ചമ്പുവാണ് അല്ലെ. അവസാനത്തെ നമ്മുടെ ചമ്പുക്കളില് ആധുനിക ചമ്പുക്കളിലെ അവസാനത്തെ കൃതിയാണ് ചന്ദ്രോത്സവം എന്ന് പറയുന്നത്. സോ ആ രണ്ടെണ്ണം നമുക്ക് എന്തായാലും ഫസ്റ്റ് അങ്ങോട്ട് ഒഴിവാക്കാം. അപ്പൊ സിയും ഡിയും എന്തായാലും നമ്മുടെ ഓപ്ഷൻസിൽ ഇല്ല, അത് ഉണ്ടാവാൻ പാടില്ല അല്ലെ. സോ സിയും ഡിയും ഇല്ലാത്ത ഒറ്റ ഓപ്ഷനാണ് നമുക്കുള്ളത്. അത് ഓപ്ഷൻ 1 ആണ്. ചെറിയച്ചി, കൗണോത്തര, മല്ലി നിലാവ് എന്നിവയാണ് മണിപ്രവാള ലഘുകാവ്യങ്ങൾ എന്ന് പറയുന്നത്. മണിപ്രവാള ലഘുകാവ്യങ്ങൾ ഓപ്ഷൻ എ ബി ഇ മാത്രം വരുന്ന ഓപ്ഷൻ എ ബി ഇ മാത്രം വരുന്ന ഈ ചോയ്സ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. അടുത്തത് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. നാലപ്പാട്ട് നാരായണ മേനോന്റെ കൃതികൾ ഏതൊക്കെയാണ് അല്ലെ. നമുക്കറിയാം രതിസാമ്രാജ്യം നാലപ്പാടിന്റെയാണ്, ഒരു സംശയവും ഇല്ല. അപ്പൊ ഓപ്ഷൻ എ എന്തായാലും ഉണ്ട്. ഓപ്ഷൻ എ ഇല്ലാത്ത ഈ 2 ചോയ്സിനെ നമുക്ക് ആദ്യം തന്നെ ഒഴിവാക്കാം. ഓപ്ഷൻ ബി ചക്രവാളം അല്ലെ, ചക്രവാളവും നാലപ്പാടന്റെ ആണ്. സി ഭക്തിദീപിക ആരുടെയാണ്, നാലപ്പാടനാണോ? അല്ല അല്ലെ, ഭക്തിദീപിക ഉള്ളൂരിന്റെ ആണ് അല്ലെ. ഭക്തിദീപിക ഉള്ളൂരാണ്. അതുപോലെ തന്നെ വിശ്വരൂപം എന്ന് പറയുന്നത് ആരുടെയാണ്, VC ബാലകൃഷ്ണ പണിക്കരുടെ ആണ്. സോ അതും അല്ല. അപ്പോ സിയും ഇയും അല്ല. ഓപ്ഷൻ ഡി കണ്ണുനീർത്തുള്ളി നമുക്കറിയാം അല്ലെ. സഞ്ജയനും മാരാരും ഒക്കെ ഉൾപ്പെടെയുള്ളവർ അത്രത്തോളം പ്രശംസിച്ചിട്ടുള്ള ഒരു കാവ്യമാണ് കണ്ണുനീർത്തുള്ളി എന്ന് പറയുന്നത്. വിലാപകാവ്യമാണ് അല്ലെ. സോ ആ കണ്ണുനീർത്തുള്ളിയും നാലപ്പാടന്റെ ആണ്. അപ്പൊ ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ ഡി അല്ലെ, ഈ 3 എണ്ണം വരുന്നതാണ് നാലപ്പാട്ട് നാരായണ മേനോന്റെ കൃതികൾ എന്ന് പറയുന്നത്. എവിടെയാണ് വരുന്നത്? ഓപ്ഷൻ 1 വരുന്നത് അല്ലെ. സോ നമ്മൾ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്ന ഓപ്ഷൻ 1 ആണ്. അടുത്തത് നമുക്ക് ഇതേപോലെ ഡിലീഷൻ വഴി കണ്ടെത്താൻ പറ്റുന്നത്. ഇപ്പൊ അഥവാ നമുക്ക് ചെറുകാടിന്റെ നോവലുകൾ കിട്ടുന്നില്ല അല്ലെങ്കിൽ മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ സുഖമായിട്ട് 2 ഓപ്ഷൻ നമുക്ക് സുഖമായ ഡിലീഷൻ ചെയ്യാൻ പറ്റും. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ചെറുകാടിന്റെ നോവലുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പൊ ചെറുകാടിന്റെ നോവലുകളാണ് ചോദിച്ചിട്ടിരിക്കുന്നത്. 3 നോവലുകൾ ഉണ്ട്. നമുക്ക് ഇതിന് ഓപ്ഷൻസ് എന്തായാലും മനസ്സിലായി അല്ലെ. ചോയ്സസ് നമുക്ക് മനസ്സിലായി. 3 നോവൽ ചെറുകാടിന്റേതായിട്ടുണ്ട്. അതിൽ ഓപ്ഷൻ എ മണ്ണിന്റെ മാറിൽ എന്നുള്ളതാണ്. ഓപ്ഷൻ ബി മൂടുപടം, ഓപ്ഷൻ സി അമ്മിണി, ഓപ്ഷൻ ഡി ശനിദശ, ഓപ്ഷൻ ഇ മുത്തശ്ശി അല്ലെ. ഇതിൽ നമുക്ക് ഏതൊക്കെയാണ് ചെറുകാടിന്റെ നോവലുകൾ എന്നാണ് നമുക്ക് കണ്ടെത്താനുള്ളത്. സോ നമുക്കറിയാം ചെറുകാടിന്റെ നോവൽ ഏതാണെന്നുള്ളത് അല്ലെ. എന്തായാലും മണ്ണിന്റെ മാറിൽ ചെറുകാടിന്റെ നോവൽ തന്നെയാണ്. അപ്പൊ ഓപ്ഷൻ എ എന്നുള്ളത് എന്തായാലും നമുക്ക് ഉറപ്പുള്ള ഒരു ഉത്തരാണ്. ഓപ്ഷൻ ബി മൂടുപടം, മൂടുപടം ചെറുകാടിന്റെ ആണോ? അല്ല. മൂടുപടം ആരുടെയാണ്? SK പൊറ്റക്കാടിന്റെ ആണ് അല്ലെ. മൂടുപടം SK പൊറ്റക്കാടിന്റെ നോവലാണ്. അപ്പൊ നമുക്ക് ഓപ്ഷൻ ബി എന്ത് ചെയ്യാം, ഒഴിവാക്കാം. അപ്പൊ ഓപ്ഷൻ ബി വരുന്ന ഒരു ചോയ്സ് നമ്മൾ ഇനി നോക്കേണ്ട ആവശ്യമില്ല. കംപ്ലീറ്റ്ലി അത് നമുക്ക് ഒഴിവാക്കാം. ഇനി ഓപ്ഷൻ സി, ഓപ്ഷൻ സി എന്താണ്? അമ്മിണി അല്ലെ. വളരെ വ്യത്യസ്തമായിട്ടുള്ള നോവലാണ് അമ്മിണി. അമ്മിണി ആരുടെ അല്ല? ചെറുകാടിന്റെ അല്ല. ആരുടെ ആണ് അല്ലെ? ഉറൂബിന്റെ ആണ് അല്ലെ. PC കുട്ടിക്കൃഷ്ണൻ എന്നുള്ള പേരുള്ള ഉറൂബ് എന്ന് പറഞ്ഞ തുലിക നാമത്തിൽ അറിയപ്പെടുന്ന നമ്മുടെ PC കുട്ടിക്കൃഷ്ണന്റെയാണ് അമ്മിണി എന്ന് പറഞ്ഞിട്ടുള്ള നോവല്. അങ്ങനെയാണെങ്കിൽ ബാക്കി എന്തായാലും നമുക്ക് ഉറപ്പാണ് ഡിയും ഇയും ആരുടെ തന്നെ ആയിരിക്കും? ചെറുകാടിന്റെ തന്നെയാണ് അല്ലെ. ഓപ്ഷൻ എ, ഓപ്ഷൻ ഡി, ഓപ്ഷൻ ഇ എന്നിവ മാത്രമാണ് ചെറുകാടിന്റെ നോവല്. ബിയും സിയും ആരുടെ നോവലുകളല്ല? ചെറുകാടിന്റെ നോവലല്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉത്തരം ഏതാണ്? ചോയ്സ് ഏതാണ്? ചോയ്സ് 1 അല്ലെ. എ, ഡി, ഇ എന്നിവ മാത്രം വരുന്ന ഗണമാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ. 69ാമത്തെ ചോദ്യം അല്ലെ. ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. വളരെ എളുപ്പമുള്ള ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. നമുക്ക് കണ്ണും പൂട്ടി ചെയ്യാം. ഒരു 2 വട്ടം ആലോചിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. നമുക്ക് സുഖമായിട്ട് ചെയ്യാം അല്ലെ. എന്തൊക്കെയാണ്? കാരാട്ട് അച്യുതമേനോൻ, നാരായണ ഗുരുക്കൾ, അപ്പൻ തമ്പുരാൻ, അമ്പാടി നാരായണ പൊതുവാൾ അല്ലെ. 4 ഓപ്ഷനുകളാണ് നമുക്ക് ഇപ്പുറത്തുള്ള ഇങ്ങോട്ട് ഇടതുഭാഗത്തുള്ളത്. വലതുഭാഗത്ത് പാറപ്പുറം, കേരളപുത്രൻ, ഭാസ്കരമേനോൻ, ബിരുദൻ ശങ്കു അല്ലെ. നോവലിസ്റ്റുകളും അവരുടെ നോവലുകളുമാണ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോ അതിൽ ആദ്യത്തെ ആള് കാരാട്ട് അച്യുതമേനോനാണ്. കാരാട്ട് അച്യുതമേനോൻ ഇതിൽ ഏതാണ്? പാറപ്പുറമാണോ, കേരളപുത്രനാണോ, ഭാസ്കരമേനോനാണോ, ബിരുദൻ ശങ്കു ആണോ? നമുക്കൊന്നും ആലോചിക്കണ്ട അല്ലെ. ബിരുദൻ ശങ്കു ആണ്. മലയാളത്തിലെ ആദ്യത്തെ പിക്കാറസ്ക് നോവൽ എന്നറിയപ്പെടുന്ന കാരാട്ട് അച്യുതമേനോന്റെ ബിരുദൻ ശങ്കു മലയാളത്തിലെ ആദ്യത്തെ പിക്കാറസ്ക് നോവൽ. സോ ഓപ്ഷൻ എ എന്ന് പറയുന്നത് 4ഉമായിട്ടാണ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത് അല്ലെ. ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഇവിടേക്ക്
നെക്സ്റ്റ് നാരായണ ഗുരുക്കൾ അല്ലെ. നാരായണ ഗുരുക്കൾ ആരാണ്? നാരായണ ഗുരുക്കളുടെ നോവൽ ഇതിൽ ഏതാണ്? ഒന്നും നോക്കണ്ട, പാറപ്പുറം അല്ലെ. മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നോവലുകളാണ് എന്ത്? പാറപ്പുറവും ഉദയഭാനുവും. രണ്ടും ഒരാളുടെ നോവലാണ് നാരായണ ഗുരുക്കളുടെ അല്ലെ. മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നോവൽ അല്ലെ, സംശയമില്ല. അപ്പൊ നാരായണ ഗുരുക്കൾ, പാറപ്പുറം. അപ്പൻ തമ്പുരാൻ, അപ്പൻ തമ്പുരാൻ എവിടെയാണ്? നേരിട്ട് തന്നെയാണ് അല്ലെ. കാരണം മലയാളത്തിലെ ആദ്യത്തെ അപസർപ്പക നോവലാണ് ഏത്? ഭാസ്കരമേനോൻ. രാമവർമ്മ അപ്പൻ തമ്പുരാന്റെ ഭാസ്കരമേനോൻ. അമ്പാടി നാരായണ പൊതുവാളിന്റെ ചരിത്ര നോവലാണ് കേരളപുത്രൻ അല്ലെ. ചരിത്ര നോവലാണ് കേരളപുത്രൻ. വളരെ എളുപ്പമുള്ള ഒരു മാച്ച് ദ ഫോളോയിങ് ആയിരുന്നു അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ ഉത്തരം വരുന്നത്? ചോയ്സസ് നമുക്ക് ഇവിടെ ഉണ്ട് അല്ലെ. ഏതെങ്കിലും ഒന്ന് കിട്ടിയാൽ പോലും നമുക്ക് ചിലപ്പോൾ അതിന്റെ ആൻസർ ഇവിടെ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഓപ്ഷൻസ് നിന്ന് നമുക്കത് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അപ്പൊ ഓപ്ഷൻ എ 4, ഓപ്ഷൻ എ 4 വരുന്ന 2 ചോയ്സസ് ആണ് ഉള്ളത്. ഓപ്ഷൻ ബി നാരായണ ഗുരുക്കൾ 1, അതും 2ലും ഒരേപോലെയാണ്. ഓപ്ഷൻ സി അപ്പൻ തമ്പുരാൻ ഓപ്ഷൻ 3 ആണ് അല്ലെ. സി 3 വരുന്നു. സോ നമ്മുടെ ഉത്തരം ഇപ്പൊ തന്നെ കിട്ടിക്കഴിഞ്ഞു. ഓപ്ഷൻ 4 ആണ് D2 അല്ലെ. അപ്പൊ ഓപ്ഷൻ 4 ആണ് നമുക്ക് ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഓപ്ഷൻ 4. ഓക്കെ, അടുത്തതും ഒരു മാച്ച് ദ ഫോളോയിങ് അല്ലെ. നമ്മൾ നേരത്തെ നോവലുകളും നോവലിസ്റ്റുകളും നോക്കിയപ്പോ ഇവിടെ ആരാണ് വരുന്നത്? കഥാകാരന്മാരാണ് അല്ലെ. കഥയും അവരുടെ കർത്താക്കളും, കഥ എഴുതിയിട്ടുള്ള ആളുകളും, കഥകളും കഥാകൃത്തുക്കളും ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ് ചോദ്യം. കഥകളും കഥാകൃത്തുക്കളും അല്ലെ. അപ്പൊ ഇത് നമുക്ക് എളുപ്പമാണ് അല്ലെ. നമുക്ക് ഒട്ടും പരിചയമില്ലാത്ത കഥകളൊന്നുമല്ല. ആദ്യകാല കഥാകൃത്തുക്കളാണ്. ആ 7 പേരിലെ 4 പേരെയാണ് നമുക്ക് കൊടുക്കുക. ആദ്യകാല കഥാകൃത്തുക്കൾ എന്ന് പറയുന്ന വേങ്ങയിൽ മുതൽ CS വരെയുള്ള ആദ്യത്തെ 7 പേരിൽ നിന്ന് വളരെ 4 പേരുടെ ഒരു ചോദ്യം എന്താണ് ചോയ്സസ് മാത്രമാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. സോ നമുക്ക് പെട്ടെന്ന് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് അല്ലെ. കൈമളശ്ശന്റെ കല്യാണമാണോ കടശിക്കൈ ആണോ എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കുക. ചെറിയൊരു തെറ്റ് ഉണ്ടെന്ന്. കൈമളശ്ശന്റെ കടശിക്കൈ, അമ്പാടി നാരായണ പൊതുവാളിന്റെ. ഇങ്ങനെ വരുമെന്ന് വിചാരിച്ചില്ല. ആരാണ് ഇങ്ങനെ വരുമെന്ന് വിചാരിച്ചില്ല? CS ഗോപാലപ്പണിക്കർ അല്ലെ. CS ഗോപാലപ്പണിക്കരുടെയാണ് ഇങ്ങനെ വരുമെന്ന് വിചാരിച്ചില്ലേ. മേൽവിലാസം മാറി അല്ലെ, അങ്ങനെ കഥകളുണ്ടല്ലോ. മേൽവിലാസം മാറി, ഒരു കത്ത്, എന്താണ് ഇങ്ങനെ വരുമെന്ന് വിചാരിച്ചില്ല. ഇതൊക്കെയാണ് CS-ന്റെ പ്രധാനപ്പെട്ട കഥകൾ എന്ന് പറയുന്നത്. ഒരു കഠിനക്കൈ അല്ലെ, ഒരു കഠിനക്കൈ ആരുടെ കഥയാണ്? യെസ്, മൂർക്കോത്തിന്റെ കഥയാണ്. കണ്ണിപ്പറമ്പിലെ കൊലപാതകൻ MRKC അല്ലെ, MRKCയുടെ കഥയാണ്. സോ അത് കറക്റ്റ് ആയിട്ട് വരുന്നത് ഏതൊക്കെയാണ്? ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഓപ്ഷൻ A3, ഓപ്ഷൻ ബി ആരാണ് ഇങ്ങനെ വിചാരിച്ചില്ല? CS ഗോപാലപ്പണിക്കർ B4, ഒരു കഠിനക്കൈ മൂർക്കോത്താണ് C1, കണ്ണിപ്പറമ്പിലെ കൊലപാതകൻ D2. സോ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 1 ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, 71ാമത്തെ ചോദ്യം അല്ലെ. 71ാമത്തെ ചോദ്യത്തിൽ എന്താണ്? വ്യാകരണ കൃതികളെ ചേരുംപടി ചേർക്കാനാണ് അല്ലെ. ഇപ്പുറത്ത് നമുക്ക് കുറെ അധികം വ്യാകരണ കൃതികൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്ത് അവയുടെ കർത്താക്കളെയും കൊടുത്തിട്ടുണ്ട് അല്ലെ. വ്യാകരണ കൃതികളും അവയുടെ കർത്താക്കളും, ഇതിനെ നമുക്ക് ചേരുംപടി ചേർക്കുകയാണ് വേണ്ടത് അല്ലെ. എളുപ്പമാണ്. ഇതും വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള കൃതികളും കർത്താക്കളും മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. എന്താണ്? കേരള പാണിനീയ പഠനങ്ങൾ. കേരള പാണിനീയ പഠനങ്ങൾ ആരുടെയാണ്? കേരള പാണിനീയ പഠനങ്ങൾ ആരുടെയാണ്? വാസുദേവ ഭട്ടതിരിയുടെ തന്നെയാണ് അല്ലെ. കേരള പാണിനീയ പഠനങ്ങൾ വാസുദേവ ഭട്ടതിരിയുടെ തന്നെയാണ്. ഓക്കെ, അപ്പോ A1 അല്ലെ. A1 ആണ്. A1 വരുന്ന ഒറ്റ ഓപ്ഷൻ നമുക്ക് ഉള്ളൂ അല്ലെ. ഇനി ബാക്കിയും കൂടെ നമുക്ക് ചെക്ക് ചെയ്യാം. കേരള പാണിനീയ ഭാഷ്യം CL ആന്റണി, ഒരു സംശയവും വേണ്ട അല്ലെ. കേരള പാണിനീയ ഭാഷ്യം CL ആന്റണി. സോ B3 അതും ഇവിടെ കറക്റ്റ് ആണ്. വ്യാകരണ വിവേകം ആരാണ്? NN മൂസതിന്റെ ആണ്. സംശയമൊന്നുമില്ല അല്ലെ. വ്യാകരണ വിവേകം NN മൂസതാണ്. C4. മലയാണ്മയുടെ വ്യാകരണം ജോർജ് മാർട്ടൻ. സോ നമ്മുടെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ 3 ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ 3. അടുത്തതും ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. ഇവിടെ നമ്മൾ നോവൽ കഴിഞ്ഞു, കഥ കഴിഞ്ഞു, വ്യാകരണ കൃതികൾ കഴിഞ്ഞു, നാടകവും നാടക കൃതികളും അല്ലെ. നാടകവും നാടക കൃത്തുക്കളെയുമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അതും ഡയറക്റ്റ് ആയിട്ട് തന്നെയാണ് ചോദിച്ചത്. നാടകവും നാടക കൃത്തുക്കളെ ചോദിച്ചിട്ടുള്ളൂ അല്ലെ. അപ്പൊ ഇതിന്റെ ഓപ്ഷൻ ഏതാണെന്ന് നമുക്ക് നോക്കാം. ഇൻകുലാബിന്റെ മക്കൾ. ഇൻകുലാബിന്റെ മക്കൾ ആരുടെയാണ്? PJ ആന്റണിയുടെ ആണ് ഇൻകുലാബിന്റെ മക്കൾ എന്നുള്ളത്. PJ ആന്റണി. ഓക്കെ, ഒരാൾ കൂടി കള്ളനായി. ആരാണ്? ഒരാൾ കൂടി കള്ളനായി SL പുരം സദാനന്ദന്റെ ആണ് ഒരാൾ കൂടി കള്ളനായി എന്നുള്ള നാടകം. അഗ്നിഗോളം. അഗ്നിഗോളം ആരാണ്? CG ഗോപിനാഥ് ആണ് അഗ്നിഗോളത്തിന്റെ
നാടകകൃത്ത്. വിശറിക്ക് കാറ്റ് വേണ്ട നമുക്കറിയാം നമ്മുടെ പൊൻകുന്നം വർക്കിയുടെ ആണ് വിശറിക്ക് കാറ്റ് വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ള ഈ നാടകം. സോ നമ്മുടെ ഇവിടെ ഓപ്ഷൻ ആയിട്ട് വരുന്നത്, ഉത്തരമായിട്ട് വരുന്നത് ഏതാണ്? 72ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം A4, B3, C2, D1 അല്ലെ. D1 നമുക്ക് ഉറപ്പുള്ള സാധനമാണ്. അപ്പൊ D1 വരുന്ന ഒറ്റ ഓപ്ഷനേ നമുക്കുള്ളൂ. ആ ഓപ്ഷനാണ് നമ്മളിപ്പോ ഇവിടെ ചെയ്തിട്ടുള്ളത്, ഓപ്ഷൻ 4 അല്ലെ, ഓപ്ഷൻ 4. അടുത്തത് ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. സിനിമാ ഗാനങ്ങളും രചയിതാക്കളും അല്ലെ, സിനിമാ ഗാനങ്ങളും രചയിതാക്കളും അല്ലെ. ആത്മവിദ്യാലയമേ അവനിയിൽ, ആത്മവിദ്യാലയമേ അവനിയിൽ, എല്ലാരും ചൊല്ലണ് എല്ലാരും ചൊല്ലണ്, മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു അല്ലെ. വളരെ പ്രശസ്തമായിട്ടുള്ള വരിയാണ് ഇത്. നമുക്ക് കണ്ണും പൂട്ടി നമുക്ക് പറയാം ആരുടെയാണെന്ന്, വയലാറിന്റെ ആണെന്ന് അല്ലെ. ലക്ഷാർച്ചന കണ്ടു മടങ്ങുമ്പോൾ ഒരു ലജ്ജയിൽ മുങ്ങിയ മുഖം കണ്ടു അല്ലെ. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പറയാൻ പറ്റും, പി ഭാസ്കരനാണ് ഇങ്ങനെ എഴുതാൻ പറ്റുള്ളൂ എന്നുള്ളത്. സോ നമുക്കിവിടെ 2 ഉത്തരങ്ങൾ വളരെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഓപ്ഷൻ സി എന്ന് പറയുന്നത് ഏതാണ്? 4 ആണ്. അതുപോലെ തന്നെ ഡി എന്ന് പറയുന്നത് ഏതായിരിക്കും? സോറി, ഓക്കെ ശരിയാണ്. ഡി എന്താണ്? ഡി എന്ന് പറയുന്നത് ഓപ്ഷൻ, സോറി ഭാസ്കരൻ അല്ല, ഇത് മാങ്കൊമ്പ് ബാലകൃഷ്ണനാണ്. ഓക്കെ സോറി. സോ നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 1 ആണ്, A3. ആത്മവിദ്യാലയമേ അവനിയിൽ എന്നുള്ളത് തിരുനായിനാക്കുച്ചിയാണ്. എല്ലാരും ചൊല്ലണം നമുക്കറിയാം, നമ്മുടെ നീലക്കുയിലിലെ പാട്ടാണ് അല്ലെ. സോറി, അതാണ് പി ഭാസ്കരന്റേത്. നീലക്കുയിലിലെ പി ഭാസ്കരന്റെ B1 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സി വയലാർ 4, ഡി എന്ന് പറയുന്നത് മങ്കൊമ്പ് ബാലകൃഷ്ണൻ. ഓക്കെ, അവിടെ ചെറിയൊരു മിസ്റ്റേക്ക് എനിക്ക് പറ്റിയതാണ്, പെട്ടെന്ന് വായിച്ചപ്പോ സോറി. സോ നമ്മുടെ ഉത്തരം എന്ന് പറയുന്ന ഓപ്ഷൻ 1 ചോയ്സ് 1 ആണ്. ഇത് കുറച്ചൊരു ബുദ്ധിമുട്ടില്ല. ഇപ്പൊ നമുക്ക് സിനിമാ പാട്ടുകളിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയായിരുന്നു കണ്ടുപിടിക്കാൻ. പക്ഷെ നമുക്ക് അവിടെ ഒറ്റ ചോയ്സ് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു, കിട്ടുമായിരുന്നു. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ച് നമുക്ക് വയലാറാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇവിടെ നമുക്ക് ചെറുതായിട്ട് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ട്രിക്കി ആണ്, അല്ലെങ്കിൽ കുറച്ച് ടഫ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. സിനിമയും അതിന്റെ സംവിധായകരും അല്ലെ, സിനിമയും സംവിധായകരും. സാധാരണഗതിയിൽ സിനിമാ മേഖലയിൽ നിന്ന് വരുന്ന ചോദ്യം ഈ പറഞ്ഞ സിനിമാ പാട്ടുകൾ വരാറുണ്ട്, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള അനുകൽപ്പന ചിത്രങ്ങൾ അല്ലെ, കഥയിൽ നിന്നോ നോവലിൽ നിന്നോ ഒക്കെ പ്രമേയം സ്വീകരിച്ച് എഴുതിയിട്ടുള്ള അല്ലെങ്കിൽ നിർമ്മിച്ചിട്ടുള്ള അനുകൽപ്പന ചിത്രങ്ങളാണ് ചോദിക്കാറുള്ളത്. പക്ഷെ ഇത്തവണ നമുക്ക് ചോദിച്ചിരിക്കുന്നത് സിനിമകളും അവയുടെ സംവിധായകരെയുമാണ് നമ്മുടെ ഇത്തവണത്തെ ഒരു ചോദ്യത്തില് വന്നിരിക്കുന്നത്. സോ എന്ത് ചെയ്യണം നമ്മള്, ഒന്ന് നോക്കണം അല്ലെ, എന്താണ് എങ്ങനെയാണ് അത് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതില് 74ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ 4 ആണ്. ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. സോ പാണ്ഡവപുരം എന്നുള്ളതിന്റെ ഡയറക്ടർ ആരാണ്? GS പണിക്കർ തന്നെയാണ്. പുരുഷാർത്ഥം എന്നുള്ളത് KR മോഹനൻ ഡയറക്ട് ചെയ്തതാണ്. പൊന്തന്മാട TV ചന്ദ്രൻ, കഴകം MP സുകുമാരൻ നായർ. സോ ഇതിന്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ 4 ആണ് കേട്ടോ. ഇത് ചെക്ക് ചെയ്യാം, നമുക്ക് നെറ്റിലൊക്കെ നോക്കാൻ പറ്റും, നിങ്ങൾ അത് നോക്കിയിട്ട് ചെക്ക് ചെയ്തോളൂ. ഓപ്ഷൻ 4 ആണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അടുത്തത് കഥാപാത്രങ്ങളും നാടകവും അല്ലെ. നാടകത്തിൽ നമുക്ക് എന്തായാലും ഒരു ചോദ്യം കണ്ടു. ഇനി ഇവിടെ കഥാപാത്രങ്ങളെ നാടകമാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ കഥാപാത്രങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ കൊടുത്തിരിക്കുന്ന 4 കഥാപാത്രങ്ങളും അല്ലെങ്കിൽ 4 നാടകങ്ങളും ഒരു വ്യക്തിയുടെയാണ്. ആരുടെയാണ്? N കൃഷ്ണപിള്ളയുടെ നാടകങ്ങൾ അല്ലെ. കന്യക, ബലാബലം, ഭഗ്നഭവനം, അനുരഞ്ജനം, ഇതൊക്കെ ഒരൊറ്റ ആളുടെ നാടകം തന്നെയാണ്. ആരുടെയാണ്? N കൃഷ്ണപിള്ളയുടെ നാടകമാണ്. ആ നാടകങ്ങളിലെ കഥാപാത്രങ്ങളെയാണ് ഇപ്പുറത്ത് കൊടുത്തിരിക്കുന്നത്. അതിന്റെ ഒരു മാച്ച് ദ ഫോളോയിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ നമ്മുടെ 75ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് കഥാപാത്രങ്ങളും നാടകവും ചേരുംപടി ചേർക്കാനാണ്. അപ്പോ ഇതിൽ നമുക്ക് നോക്കാം ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഗോമതി എന്നുള്ളത് അനുരഞ്ജനം എന്നുള്ള നാടകത്തിലെ കഥാപാത്രമാണ്. ഗോമതി, അനുരഞ്ജനം. കന്യക നമ്മളൊക്കെ ഒരുവിധം പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ വായിച്ചിട്ടെങ്കിലും ഉണ്ടാവും. അതുകൊണ്ട് കന്യകയിലെ നായികയുടെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ദേവകിയാണ്. ദേവകി എന്ന് പറഞ്ഞിട്ടുള്ള കഥാപാത്രമാണ് കന്യകയിൽ. അപ്പൊ ഓപ്ഷൻ ബി എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ ഓപ്ഷൻ A 4, ഓപ്ഷൻ ബി 2. ഇപ്പൊ നമുക്ക് ഉത്തരം കിട്ടി, ഓപ്ഷൻ 1 ആണ്. മാധവൻ നായർ എന്ന് പറയുന്നത് ഭഗ്നഭവനത്തിലെ തന്നെ കഥാപാത്രമാണ്. ലക്ഷ്മി അമ്മ ബലാബലത്തിലെയും. സോ നമ്മുടെ ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 1 ആണ്. ഗോമതി, അനുരഞ്ജനം, ദേവകി, കന്യക, മാധവൻ നായർ, ഭഗ്നഭവനം, ലക്ഷ്മി അമ്മ, അനുരഞ്ജനം. ഓക്കെ, ക്ലിയർ. വേറൊരു മാച്ച് ദ ഫോളോയിങ്, കുറെ മാച്ച് ദ ഫോളോയിങ്സ് എല്ലാ ഭാഗത്തു നിന്നും ഒരുവിധം എല്ലാ കാറ്റഗറിയിൽ നിന്നും മാച്ച് ദ ഫോളോയിങ് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ അടുത്തത് യാത്രാ വിവരണവും
അതുപോലെ തന്നെ അതിന്റെ കർത്താക്കളും അല്ലെ എന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. പാതിരാസൂര്യന്റെ നാട്ടിൽ നമുക്കറിയാം ആരാണ്? SK പൊറ്റക്കാട് അല്ലെ, ഒരു സംശയവും. അതുപോലെ തന്നെ ഹൈമവത ഭൂവി MP വീരേന്ദ്രകുമാറാണ്. അപ്പൊ A4B3 എല്ലാം ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് അല്ലെ. വിലാത്തി വിശേഷം KP കേശവമേനോൻ. അതുപോലെ തന്നെ ഉണരുന്നുത്തരന്ത്യ NV കൃഷ്ണവാര്യർ. ഒരു സംശയമില്ലാത്തൊരു മാച്ച് ദ ഫോളോയിങ് ആണ് അല്ലെ. സോ നമ്മുടെ ഇവിടെ ഉത്തരം ഏതാണ് വരിക? 76ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്ന ഓപ്ഷൻ 1 തന്നെയാണ് അല്ലെ. ഓപ്ഷൻ 1 തന്നെയാണ്. നമ്മൾ നോക്കി നോക്കാം അല്ലെ, മാച്ച് ചെയ്ത് നോക്കുമ്പോൾ ഓപ്ഷൻ 1 ആണ് വളരെ കറക്റ്റ് ആയിട്ട് വരുന്നത്. കഥകളും കഥ അല്ലെ. നമ്മുടെ ആദ്യകാല കഥാകൃത്തുക്കളുടെ ഒരു മാച്ച് ദ ഫോളോയിങ് ചോദിച്ചു. ഇവിടെ വീണ്ടും ഏതാണ് ചോദിക്കുന്നത്? ഒരു ഉത്തരാധുനിക കഥാകൃത്തുക്കൾ അല്ലെങ്കിൽ സമകാലിക കഥാകൃത്തുക്കളുടെ ഒരു മാച്ച് ദ ഫോളോയിങ് ആണ് അടുത്തതായിട്ട് ഇതിൽ ചോദിച്ചിട്ടുള്ളത്. സോ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് നമുക്ക് നോക്കാം. ഇതില് മനുഷ്യാലയ ചന്ദ്രിക എന്ന് പറയുന്ന കഥ K രേഖയുടെ ആണ് കേട്ടോ. K രേഖയുടെ ആണ്. വില്ലുവണ്ടിയും മാങ്ങാക്കരയൊക്കെ എഴുതിയിട്ടുള്ള K രേഖയുടെ ആണ് മനുഷ്യാലയ ചന്ദ്രിക എന്നുള്ള കഥ. വാസ്തുതത്വം സാറാ ജോസഫിന്റെ ആണ്. വാസ്തുതത്വം സാറാ ജോസഫ്. ഗംഭീര വിക്രമ എന്ന് പറയുന്നത് R ഉണ്ണിയുടെ അല്ലെ. നമ്മുടെ പ്രതിഭൂവൻ കോഴിയൊക്കെ എഴുതിയിട്ടുള്ള, വാങ്ങൊക്കെ എഴുതിയിട്ടുള്ള R ഉണ്ണിയുടെ കഥയാണ് ഗംഭീര വിക്രമ. ജ്ഞാനസ്നാനം സുഭാഷ് ചന്ദ്രൻ. സോ നമ്മുടെ ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ പറഞ്ഞതനുസരിച്ചിട്ട് ഓപ്ഷൻ 3 ആണ് നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുക. ഓക്കെ. ഈ 78ാമത്തെ ചോദ്യത്തിൽ ഒരു ചെറിയ ഡൗട്ട് ഉള്ള ഒരു ചോദ്യമാണ്. മിന്നുന്നതെല്ലാം പൊന്നല്ല, ഈ പഴഞ്ചൊല്ലിൽ പ്രവർത്തിക്കുന്ന അലങ്കാരം ഏതാണ് എന്നുള്ളത്. അലങ്കാരമാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലായത് അർത്ഥാന്തരന്യാസം എന്നുള്ളത് തന്നെയാണ്. അർത്ഥാന്തരന്യാസമാണ് അതിന്റെ ഉത്തരം എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. എങ്കിലും ചിലപ്പോ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ഡിലീഷൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നിൽക്കുന്നുണ്ട്. എന്നാലും നമുക്ക് ഉത്തരം അർത്ഥാന്തരന്യാസം ആണ്. ഓക്കെ. അടുത്തത് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ് അല്ലെ. എന്താണ്? അർത്ഥത്തിന്റെ അനന്തമായ സ്ഥാനാന്തരീകരണമാണ് എഴുത്ത് നിരീക്ഷിച്ചത് ആരാണ്? ദെറിദയാണ് അല്ലെ. അത് സൊസ്യൂർ ആണോ? സൊസ്യൂർ അല്ല. സ്റ്റീഫൻ എ നിമിസ് അല്ല. മിഖായേൽ റിഫാക്ടർ അല്ല. ഒരൊറ്റ ആളേ ഉള്ളൂ. അർത്ഥത്തിന്റെ അനന്തമായ സ്ഥാനാന്തരീകരണമാണ് എഴുത്ത് എന്ന് പറഞ്ഞ ഒറ്റ ആളേ ഉള്ളൂ. അത് ആരാണ്? ദെറിദ അല്ലെ. യഴാക് ദെറിദ എന്ന് പറഞ്ഞിട്ടുള്ള ദെറിദയാണ് അത് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് നമുക്കറിയാം മെറ്റഫർ അല്ലെ. മെറ്റഫർ പഠനം ആരാണ്? ലക്ഷക ലെക്കോഫ്. അങ്ങനെ തന്നെയാണ് നമ്മൾ പഠിച്ചു വെക്കുക അല്ലെ. ലക്ഷക പഠനം ലെക്കോഫിന്റെ ആണ് അല്ലെ. ലക്ഷകം ലെക്കോഫ് ആണ്. സോ ലക്ഷക പഠനത്തിന് അടിത്തറ ഒരുക്കിയ ഭാഷാശാസ്ത്രജ്ഞനിൽ പ്രമുഖൻ എന്ന് ചോദിക്കുമ്പോൾ അത് ആരാണ്? ലക്ഷക ലെക്കോഫ് ആണ്. സോ ലെക്കോഫ് ആണ് നമുക്കിവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വരുന്ന ചോദ്യമാണ് സംഗീത ചന്ദ്രിക എന്നുള്ള സംഗീത ശാസ്ത്ര ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? സംഗീത ചന്ദ്രിക ആരാണ്? പ്രധാനപ്പെട്ട വ്യക്തി തന്നെയാണ് അല്ലെ. ആരാണ്? ആറ്റൂരാണ്. ആറ്റൂർ കൃഷ്ണപിഷാരടിയുടെ ആണ് ഏത് സംഗീത ചന്ദ്രിക എന്ന് പറയുന്നത്. ഇതിൽ മറ്റൊരു കൃതി എന്ന് വെച്ചാൽ ഈ നമ്മുടെ കൈക്കുളങ്ങര രാമവാര്യരുടെ ആരോഗ്യ കൽപ്പദ്രുമം ഉണ്ട്. ആരോഗ്യ കൽപ്പദ്രുമം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൃതിയുണ്ട്. അത് സംഗീതമായിട്ട് ബന്ധപ്പെട്ടല്ല, ബാലചികിത്സാ ഗ്രന്ഥാണ് കൈക്കുളങ്ങര രാമവാര്യരുടെ കേട്ടോ. അതൊന്ന് ഒരു എക്സ്ട്രാ ആയിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും സംഗീത ചന്ദ്രിക ആരുടെ തന്നെയാണ്? ആറ്റൂർ കൃഷ്ണപിഷാരടിയുടെ ആണ് സംഗീത ചന്ദ്രിക എന്ന് പറഞ്ഞിട്ടുള്ള സംഗീത ശാസ്ത്ര ഗ്രന്ഥം. ഇനി ഇവിടെയാണ് നമുക്ക് അടുത്ത ചോദ്യം വരുന്നത്. കാലക്രമം അനുസരിച്ചിട്ട് ശരിയായ ക്രമം അല്ലെ. കാലക്രമം അനുസരിച്ചിട്ടുള്ള ശരിയായ ക്രമം ഏതാണെന്നാണ് നമ്മുടെ ചോദ്യം. അപ്പൊ നമുക്കറിയാം ഇത് ശാസനങ്ങളാണ്. ശാസനങ്ങളിൽ നമുക്ക് എപ്പോഴും പഠിക്കുന്ന ഒരു കാര്യമാണ് കണ്ടെടുക്കപ്പെട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ള ശാസനം വാഴപ്പള്ളി ശാസനം. സോ എന്തായാലും ഓപ്ഷൻ ഫസ്റ്റ് ചോയ്സ് ആയിട്ട് വരുന്ന ഏതാണ്? ഓപ്ഷൻ ബി തന്നെ ആയിരിക്കും അല്ലെ. വാഴപ്പള്ളി ശാസനാണ് നമ്മുടെ ആദ്യത്തെ എന്തായാലും ശാസനമായിട്ട് വരാൻ സാധ്യതയുള്ളത്. ഏതാണ്? വാഴപ്പള്ളി ശാസനാണ്. അങ്ങനെയാണെങ്കിൽ വാഴപ്പള്ളി ശാസനം രണ്ടാമത് ഏതാണ്? തരിസാപ്പള്ളി ശാസനം അല്ലെ. വാഴപ്പള്ളിക്ക് ശേഷം ഏതാണ് കണ്ടുപിടിക്കുന്നത്? തരിസാപ്പള്ളി ശാസനാണ്. ഒരു സംശയവും ഇല്ല. നമുക്ക് അപ്പൊ തന്നെ ഉത്തരം കിട്ടിയില്ലേ. ബി ഡി വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. അത് ഓപ്ഷൻ 2 ആണെങ്കിൽ നമ്മൾ ബാക്കിയുള്ളതും കൂടെ നോക്കാം. മൂന്നാമതായിട്ട് വരുന്ന അവിട്ടത്തൂർ ശാസനം, തിരുനെല്ലി ശാസനം, പെരുന്ന ശാസനം. ഇങ്ങനെയാണ് അതിന്റെ ഒരു ഓർഡർ വരുന്നത്. കുറച്ച് വേഗം പറഞ്ഞു പോവാണ് സമയമില്ലാത്തത് കൊണ്ട് തന്നെ. എഴുതപ്പെട്ട കാലം അനുസരിച്ച് ശരിയായ ക്രമം അല്ലെ. എഴുതപ്പെട്ട കാലം അനുസരിച്ചിട്ടുള്ള ശരിയായ ക്രമം ഏതാണെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം അല്ലെ. എങ്ങനെയാണ് ഇതിന്റെ ഒരു കാലം നമുക്ക് അറിയാം അല്ലെ. ഇതിൽ ആദ്യത്തേത് ഏതാണ്? വർത്തമാന പുസ്തകം അല്ലെ. വർത്തമാന പുസ്തകം പറയമാക്കൽ തോമാ കത്തനാട്ട് വർത്തമാന പുസ്തകമാണ്. വർത്തമാന പുസ്തകത്തിന്റെ കാലഘട്ടം ഏതാണ്? അദ്ദേഹം 1778നും 86നും ഇടയിൽ യാത്ര നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഇത്. അപ്പൊ ഇതിൽ എന്തായാലും അവസാനം വരുന്ന സാധനം ഏതായിരിക്കും?
അതെ, വർത്തമാന പുസ്തകം തന്നെയാണ് അതിന്റെ അവസാനം വരാനുള്ള അല്ലെ, അല്ലെങ്കിൽ ഇതിൽ വരാനുള്ള സോറി എന്താണ് ഈ കൊടുത്തിട്ടുള്ളതിൽ വെച്ച് കുറച്ചൊരു പഴക്കമുള്ള കൃതിയാണ് വർത്തമാന പുസ്തകം, നമുക്ക് മനസ്സിലാക്കാം. സംക്ഷേപ വേദാർത്ഥം അല്ലെ, നമുക്കറിയാം സംക്ഷേപ വേദാർത്ഥത്തിന്റെ കാലഘട്ടം ഏതാണെന്നുള്ളത് നമുക്കറിയാം 1772 അല്ലെ, 1772 സംക്ഷേപ വേദാർത്ഥം. സത്യവാദ ഖേദം എന്ന് പറയുന്നത് 1863 സത്യവാദ ഖേദം എഴുതപ്പെടുന്നത്, 1863. അപ്പൊ അതൊരു അവസാനത്തിലേക്ക് വെച്ചാൽ മതി അല്ലെ, വർത്തമാന പുസ്തകം കഴിഞ്ഞിട്ട് അവസാനമുള്ള ഒരു കൃതിയായിരിക്കാം സത്യവാദ ഖേദം, നമുക്ക് മനസ്സിലാക്കാം. ഹോർത്തൂസ് മലബാറിക്കസ് നമുക്കറിയാം ഏറ്റവും ആദ്യത്തെയാണ്, കാരണം നമ്മൾ എപ്പോഴും പറയാണ്ട് മലയാള അക്ഷരം അച്ചടിച്ചിട്ടുള്ള ആദ്യത്തെ കൃതി ഏതാണ്, അത് ഹോർത്തൂസ് മലബാറിക്കസ് ആണ് അല്ലെ. മലയാള അക്ഷരം ആദ്യമായി അച്ചടിക്കപ്പെട്ടത് ഹോർത്തൂസ് മലബാറിക്കസിൽ. അപ്പൊ ഹോർത്തൂസ് മലബാറിക്കസ് ആയിരിക്കും എന്തായാലും ഫസ്റ്റ് വരിക. സോ നമുക്കിവിടെ ഓപ്ഷൻ 4 ഓപ്ഷൻ 1 മാത്രം നോക്കിയാൽ മതി അല്ലെ. അത് കഴിഞ്ഞ് വേദതർക്കം അല്ലെ, വേദതർക്കം ഏത് വർഷമാണ്, 1768 വേദതർക്കം വരുന്നത്. സോ നമ്മുടെ എന്താണ് ആൻസർ എന്ന് പറയുന്നത്, സോറി 1788 വേദതർക്കം. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 4 ആണ് അല്ലെ, ഓപ്ഷൻ 4 ആണ്. എന്താണ് ഹോർത്തൂസ് മലബാറിക്കസ്, അതുപോലെ തന്നെ സംക്ഷേപ വേദാർത്ഥം, വേദതർക്കം, വർത്തമാന പുസ്തകം, സത്യവാദ ഖേദം എന്നുള്ള ഈ ഓർഡറിലാണ് ഇതിന്റെ കാലഗണന വരിക. ഓക്കെ, പിന്നെ കാലക്കാലം അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിന്റെ ഓർഡർ എടുക്കാൻ പറ്റുള്ളൂ അല്ലെ. സോ നമുക്ക് അത് എന്തുകൊണ്ടാണ് നമ്മൾ വർഷങ്ങളും കൊണ്ട് പഠിക്കണം എന്ന് പറയുന്നത്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യേണ്ടി വരും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. 84-ാമത്തെ ചോദ്യം അല്ലെ, മഹാകാവ്യങ്ങൾ എഴുതപ്പെട്ട കാലം അല്ലെ, മഹാകാവ്യങ്ങൾ എഴുതപ്പെട്ട കാലം അനുസരിച്ചിട്ടുള്ള ശരിയായ ക്രമമാണ് നമ്മുടെ 88-ാമത്തെ ചോദ്യത്തിൽ വന്നിരിക്കുന്നത് അല്ലെ. മഹാകാവ്യങ്ങൾ എഴുതിയിരിക്കുന്നത് അല്ലെ, മഹാകാവ്യങ്ങളുടെ ഒരു ഓർഡർ ആണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്കിവിടെ മനസ്സിലാക്കാം എന്താണ് ഇതിൽ ആദ്യത്തെ മഹാകാവ്യം ഏതാണ്, നമുക്കറിയാം അല്ലെ, എന്താണ് ലക്ഷണമൊത്ത ആദ്യത്തെ മഹാകാവ്യം രാമേന്ദ്ര വിലാസാണ്, സംശയമില്ല. സോ ബി എൻ ആയിരിക്കും ഫസ്റ്റ് വരിക, അതിൽ നമുക്ക് ഒരു സംശയവും ഇല്ല. അപ്പൊ ഒന്നില്ലെങ്കിൽ ഓപ്ഷൻ 2 അല്ലെങ്കിൽ ഓപ്ഷൻ 4 ആയിരിക്കാം നമ്മുടെ ഉത്തരം. ഓക്കെ, ഇനി രാമചന്ദ്ര വിലാസം കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് ഏതാണ്, ഉമാകേരളമാണ് അല്ലെ, ഉള്ളൂരിന്റെ ഉമാകേരളം. രാമചന്ദ്ര വിലാസം അതിനുശേഷം വരുന്നത് ഉള്ളൂരിന്റെ ഉമാകേരളമാണ്. രാമചന്ദ്ര വിലാസം 1902 ഉമാകേരളം 1913 എഴുതപ്പെടുന്നത്. ഇതിൽ വെച്ചിട്ട് രണ്ടാമത് വരാൻ സാധ്യതയുള്ളത് ഉമാകേരളമാണ്. അതിനുശേഷം കേശവീയം 1914 സോ നമുക്കിവിടെ ഓർഡർ കറക്റ്റ് ആണ്, BAE. ഇനി സി ആണ് വേദവിഹാരം, KV സൈമന്റെ വേദവിഹാരം 1931. അവസാനമാണ് നമ്മുടെ വഞ്ചീശ വംശം, എന്നോ വഞ്ചീശ വംശം എന്ന് അറിയപ്പെടുന്ന മഹാകാവ്യം അവസാനമാണ് ഇത് ഉണ്ടാവുന്നത്. സോ നമ്മുടെ 84-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ട് വരിക. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അത് ആശാന്റെ എല്ലാ പ്രാവശ്യം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അല്ലെ, കാലഘട്ടം. അതുകൊണ്ട് നമ്മൾ ആശാൻ കൃതികളുടെ മാത്രം എപ്പോഴും നമ്മൾ എന്ത് ചെയ്യും, കാലഘട്ടങ്ങൾ വളരെ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കും. അപ്പൊ അങ്ങനെ പഠിച്ചവർക്ക് ഒരിക്കലും ഈ ഒരു ചോദ്യം തെറ്റില്ല, വളരെ കൃത്യമായിട്ട് ഉത്തരം എഴുതാൻ പറ്റിയിട്ടുണ്ടാവും. ഏറ്റവും ആദ്യത്തെ കൃതി ഏതാണ്, ആദ്യത്തെ വീണപൂവാണ് അല്ലെ, 1907 വന്നിട്ടുള്ള വീണപൂവാണ്. പക്ഷെ 1911 നമ്മുടെ നളിനി വരുന്നുണ്ട്. ഇവിടെ നമുക്ക് വീണപൂ ഇല്ലാത്തതുകൊണ്ട് നളിനി തൊട്ട് തുടങ്ങിയാൽ മതി. 1911 നളിനി വരുന്നത് അല്ലെ, നളിനി പ്രസിദ്ധീകരിക്കുന്നത്. 11 നളിനി, 1914 ലീല വരുന്നു അല്ലെ, 14 ലീല. പിന്നെ 19 ചിന്താവിഷ്ടയായ സീത, 1922 ചണ്ഡാല ഭിക്ഷുകി. ഏറ്റവും അവസാനം വന്നിട്ടുള്ള കവിത ഏതാണ്, 1923. 24 ആശാൻ മരിക്കുന്നു, 1923 അവസാനമായിട്ട് എഴുതുന്നത് കരുണയാണ്. സോ ഇതിന്റെ ഓപ്ഷൻ എങ്ങനെയാണ് വരിക, ഓപ്ഷൻ A, D, E, C, B അല്ലെ, A, D, E, C, B. അപ്പോ 85-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഏതാണ്, ഓപ്ഷൻ 4 തന്നെയാണ് അല്ലെ, ഓപ്ഷൻ 4 തന്നെയാണ് അതിലും ഉത്തരം വരുന്നത്. വീണ്ടും ഒരു രചനാകാലാണ് അല്ലെ, രചനാകാലക്രമം അനുസരിച്ച് താഴെ കൊടുത്ത കവിതകളുടെ ശരിയായ ക്രമം ഏത്. ഇവിടെ നമ്മൾ ഒന്ന് പെട്ടുപോകും, ബിക്കോസ് ഈ കവികളൊക്കെ തന്നെ ഏകദേശം ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആ ഒരു ചെറിയ ചെറിയ വ്യത്യാസങ്ങളിൽ എഴുതിയിട്ടുള്ള ആളുകളാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം ആരുടെയാണ്, അക്കിത്തത്തിന്റെ, നങ്ങേങ്ങംകുട്ടി, ഒളപ്പമണ്ണ, ആയിഷ, വയലാർ, നോക്കുകുത്തി M ഗോവിന്ദന്റെയാണ്, ദാഹിക്കുന്ന പാനപാത്രം ONV-യുടെ ആണ് അല്ലെ. നമുക്ക് എഴുത്തുകാരെയൊക്കെ അറിയാം, ഇവരൊക്കെ ഏകദേശം ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ എന്താ പറയാ മിക്സ് ചെയ്തിട്ടുള്ള ആളുകളുമാണ്. സോ നമുക്ക് ഒന്ന് കൺഫ്യൂഷൻ ആവുന്ന ഒരു ചോദ്യം തന്നെയാണ് അതെന്ന് പറയുന്നത്. പക്ഷെ എങ്കിലും നമുക്ക് ഉത്തരം എന്തായാലും വേണമല്ലോ അല്ലെ, ഉത്തരമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. സോ നമുക്ക് അതിന്റെ ഉത്തരം പറയാം. അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഇതിന്റെ ഓപ്ഷൻ 1 ആണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ എന്ന് പറയുന്നത്, ഓപ്ഷൻ 1 ആണ്.
സി, അതായത് ആദ്യം നോക്കുകുത്തി, അതായത് നോക്കുകുത്തി വരുന്നത്, അല്ല സോറി, സോറി 86ാമത്തെ ചോദ്യം അല്ലെ. അതുപോലെ യെസ്, ഇത് ചിലപ്പോൾ ഒരു ഡിലീഷന് സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി ആണ്. സോ ഇതിന്റെ ഓപ്ഷൻ വരുന്നത് CEABD, ഇതാണ് ഇതിന്റെ ഒരു ഉത്തരം വരുന്നത്. ഓക്കെ, ഇതിന്റെ ഒരു ഉത്തരം വരുന്നത് ഓപ്ഷൻ 1 ആണ്. നോക്കുകുത്തി, ദാഹിക്കുന്ന പാനപാത്രം, അതുപോലെ തന്നെ 20ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം, നങ്ങിയമ്മക്കുട്ടി, സോറി ആയിഷ, ദാഹിക്കുന്ന പാനപാത്രം, 20ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം, നങ്ങിയമ്മക്കുട്ടി, നോക്കുകുത്തി എന്നുള്ള ഒരു ഓർഡറിലാണ് നമ്മൾ വർഷങ്ങൾ നമ്മൾ കളക്ട് ചെയ്തപ്പോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. സോ അങ്ങനെ ആയിരിക്കും ഇതിന്റെ ആൻസർ. ഓക്കെ, കേരളത്തിന്റെ വൈദ്യശാസ്ത്ര പാരമ്പര്യത്തിൽ പിറന്ന കൃതികൾ അല്ലെ, കേരളത്തിന്റെ വൈദ്യശാസ്ത്ര പാരമ്പര്യത്തിൽ പിറന്ന കൃതികൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് 5 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ ഏതൊക്കെയാണെന്നാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ ഇതിൽ നമുക്ക് തീർച്ചയായിട്ടും ഇതിന്റെ ഒരു ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? 87ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം യോഗാമൃതം അല്ലെ. യോഗാമൃതം ഏതാണ്? വൈദ്യശാസ്ത്ര ഗ്രന്ഥം തന്നെയാണ് അല്ലെ. യോഗാമൃതം വൈദ്യശാസ്ത്ര ഗ്രന്ഥാണ്. രസവൈശ്ലേഷികം, രസവൈശ്ലേഷികം ആരുടെയാണ് അറിയോ? രസവൈശ്ലേഷികു എന്ത് തന്നെയാണ്? ഒരു ഗ്രന്ഥാണ്, വൈദ്യശാസ്ത്ര ഗ്രന്ഥം തന്നെയാണ് രസവൈശ്ലേഷികം. അതുപോലെ തന്നെ അശൗചം, അശൗചം ഒരു എന്തല്ല, വൈദ്യശാസ്ത്ര ഗ്രന്ഥമല്ല. ഓപ്ഷൻ ഡി, രസോപനിഷത്തും ഒരു വൈദ്യശാസ്ത്ര ഗ്രന്ഥമാണ്, ദശാധ്യായി അല്ല. സോ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് യോഗാമൃതം, രസവൈശ്ലേഷികവും രസോപനിഷത്തും. അപ്പൊ ഓപ്ഷൻ ഏതാണ് വരുന്നത്? ഓപ്ഷൻ 1 അല്ലെ, ABD മാത്രം വരുന്നതാണ് ശരിയായിട്ടുള്ള ഉത്തരം. നാടോടി ഗീതങ്ങളുടെ സവിശേഷതകൾ അല്ലെ, 5 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയായിരിക്കും നാടോടി ഗീതങ്ങൾ, അതായത് നാടൻ പാട്ടുകളുടെ സവിശേഷതകൾ ഏതൊക്കെയായിരിക്കും വരിക എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ ശരിക്കും ചെറുപ്പം ഒരു ഡിലീഷൻ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ബിക്കോസ് നാടൻ പാട്ടുകൾ എപ്പോഴും വ്യാപനം ചെയ്യപ്പെടുന്നത് വരമൊഴിയിലൂടെയല്ല, വാമൊഴിയിലൂടെയാണ് അല്ലെ. പക്ഷെ ഇവിടെ തെറ്റാണോ എന്താണോ നമുക്ക് അറിയില്ല, വരമൊഴി എന്നാണ് എഴുതിയിട്ടുള്ളത്. സോ എന്തായാലും അത് ചെറിയ ഒരു കൺഫ്യൂഷൻ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ 88ാമത്തെ ക്വസ്റ്റ്യൻ മേ ബി അത് ഡിലീറ്റ് ചെയ്യപ്പെടാം. ബിക്കോസ് വ്യാപനം വരമൊഴിയിലൂടെയാണ് കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല ബാക്കി ഓപ്ഷൻസ് ഒന്നും അതിന് മാച്ച് അല്ല. ഇപ്പൊ മതാത്മക പരിവേഷം അതിന്റെ ഒരു സവിശേഷത ആയിട്ടൊന്നും പറയാൻ പറ്റില്ല. താളാത്മകതയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സോറി വൃത്തപദ്ധതിയും നമുക്കത് പറയാൻ പറ്റില്ല. താളാത്മകത ഉണ്ട് കേട്ടോ. പാഠഭേദങ്ങളുടെ ധാരാളിത്തം അത് ഉറപ്പായിട്ട് നമുക്ക് വരുന്ന ഇത് തന്നെയാണ്. അപ്പൊ ഓപ്ഷൻ ബി എന്തായാലും ഉണ്ട്. ഓപ്ഷൻ ബി വരുന്ന ഒറ്റ ചോയ്സ് നമുക്കുള്ളൂ, അത് ഓപ്ഷൻ 3 ആണ്. സോ അതൊരു ഡിലീഷൻ സാധ്യത ഉണ്ട്. പക്ഷെ എങ്കിലും അത് വരാൻ സാധ്യത ഉണ്ടെങ്കിൽ തന്നെ ഉത്തരം 3 ആയിരിക്കും വരുന്നുണ്ടാവുക. വ്യാപനം വരമൊഴി, വാമൊഴിയിലാണ് വേണ്ടത്. വരമൊഴിയിലൂടെ പാഠഭേദങ്ങളുടെ ധാരാളിത്തം, താളാത്മകത, വൃത്തപദ്ധതി അല്ല കേട്ടോ, താളാത്മകതയാണ് ഉള്ളത് നമ്മൾ മനസ്സിലാക്കുക. 89ാമത്തേത് ഭാഷയുടെ മാനകീകരണ ഘട്ടങ്ങളിൽ സ്റ്റാൻഡേർഡൈസേഷൻ പ്രോസസ്സ് നടക്കുന്നുണ്ട് ഒരു ഭാഷയ്ക്ക്. ആ സ്റ്റാൻഡേർഡൈസേഷൻ പ്രോസസ്സ് നടക്കുന്ന ഘട്ടങ്ങൾ ഈ കൊടുത്തുള്ള 5 ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ട് നമുക്ക് ലോജിക്കലി ആലോചിച്ചാൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് അല്ലെ. ഒരു ഭാഷയെ നമ്മൾ സ്റ്റാൻഡേർഡൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഇതിൽ ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് നമുക്കിത് കിട്ടും അല്ലെ. എന്ത് ചെയ്യണം? അത് നമ്മൾ ആദ്യം സെലക്ട് ചെയ്യണം അല്ലെ. ഒരു ഭാഷ നമ്മൾ മാനകീകരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സെലക്ഷൻ, ഒരു തിരഞ്ഞെടുപ്പ് നമുക്ക് നടത്തണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? അതിന് ഇലാബറേറ്റ് ചെയ്ത് ഏതൊക്കെ ഭാഗത്താണെങ്കിലും മാറ്റം വരുത്തേണ്ടത്, എന്താണെങ്കിലും മാറ്റം വരുത്തുന്നത് ഒരു ഇലാബറേഷൻ നടത്തണം, അല്ലെങ്കിൽ വിപുലീകരണം, ചർച്ച പോലെ അതിൽ നടത്തണം. എങ്കിൽ മാത്രമേ അതിന്റെ അവസാനം അതിലൊരു ആക്സെപ്റ്റൻസ്, ഒരു സ്വീകരണം നമുക്ക് കിട്ടും. സ്വീകരണം കിട്ടിയാൽ മാത്രമല്ലേ അതിന്റെ ഘട്ടം പൂർത്തിയാവുള്ളൂ അല്ലെ. മാനകീകരിച്ചിട്ട് അവിടെ എടുത്തു വെച്ചാൽ പോരല്ലോ, സ്വീകരണം കിട്ടണം. സോ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ABD എന്ന് വരുന്ന ഗണമാണ്, അതായത് ഓപ്ഷൻ 1 ആണ്. ഇരട്ടമൊഴുത്തും ഒത്തുചേർന്നും നമുക്ക് എവിടെ വേണ്ട, സ്റ്റാൻഡേർഡൈസേഷൻ പ്രോസസ്സിൽ ആവശ്യമില്ല അല്ലെ. അപ്പൊ സ്റ്റാൻഡേർഡൈസേഷന്റെ ഘട്ടങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തതിൽ തിരഞ്ഞെടുപ്പ്, വിപുലീകരണം, സ്വീകരണം എന്നിവയാണ്. അടുത്തത് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. പച്ചമലയാള കൃതികളും അതിന്റെ എഴുത്തുകാരും, അതായത് ഒരു ചേരുംപടി ചേർക്കൽ തന്നെയാണ് പച്ചമലയാള കൃതികളും അതിന്റെ എഴുത്തുകാരും എന്ന് പറഞ്ഞിട്ടുള്ള ചോദ്യമാണ്. ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. എന്താണ് ഇതിന്റെ ഉത്തരം വരുന്നത്? എന്താണ് വരിക? നമുക്കറിയാം അല്ലെ, തങ്കമ്മ. തങ്കമ്മ ആരുടെയാണ്? പന്തളം കേരളവർമ്മയുടെ അല്ലെ. തങ്കമ്മ വേറൊരാളുടെയും കൂടി ഉണ്ട് അല്ലെ, ഉള്ളൂരിന്റെ പച്ചമലയാള കാവ്യം കൂടി ഉണ്ട്. തങ്കമ്മ 1-ാം ഭാഗം, തങ്കമ്മ 2-ാം ഭാഗം എന്നാണ് നമ്മൾ പറയാം. സോ ഇതിൽ തങ്കമ്മ, പന്തളം കേരളവർമ്മ. നല്ല ഭാഷ, നല്ല ഭാഷ ആരുടെയാണ്?
ഒരു സംശയമില്ല, കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ ആണ് അല്ലെ നല്ല ഭാഷ. നല്ല ഭാഷ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത ആളാരാണ്? അടുത്ത ആളാരാണ്? മദിരാശി കടൽക്കര. മദിരാശി കടൽക്കര ആരാണ്? യെസ്, ഒടുവിൽ കുഞ്ഞികൃഷ്ണ മേനോൻ അല്ലെ, കുഞ്ഞികൃഷ്ണ മേനോൻ. കാക്കനാട് തുഞ്ചൂർ നാരായണ മേനോൻ അല്ലെ, 4 ഭാഷാ കാവ്യങ്ങളുടെ ആളാണ് പുത്തൂര്. ഓക്കെ, അപ്പൊ നമ്മൾ അത്രയും ചോദ്യങ്ങൾ നമ്മൾ ഒരു 90ഓളം അല്ലെ സോറി ഒരു 40ഓളം ചോദ്യങ്ങൾ, നമ്മൾ 90 ചോദ്യങ്ങൾ അല്ലെ, 90 നമ്മൾ ചെയ്ത് ഒരു 10 കൂടി ചെയ്തിട്ട് നമുക്ക് ഈ ഒരു സെഷൻ, ഒരു പാർട്ട് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പൊ ഇതിന്റെ ഉത്തരം ഏതാണ് വരിക? 90ആം ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ 4 ആണ് അല്ലെ. കറക്റ്റ് ആയിട്ട് വരുന്നത് എവിടെയാണ്? ഓപ്ഷൻ 4 ആണ്. സോറി, ഓപ്ഷൻ 4 ആണ്. ഓക്കെ, ഇനി കാവ്യ സന്ദർഭങ്ങളും കവികളും അല്ലെ. ഈ കാവ്യ സന്ദർഭങ്ങൾ വളരെ എളുപ്പമാണ്. നമുക്ക് ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ കിട്ടുന്ന കാവ്യ സന്ദർഭങ്ങളാണ്. എന്താണ്? ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം. ആരാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ? ഒരു സംശയമില്ലാതെ എഴുത്തച്ഛൻ പറഞ്ഞിട്ടുള്ളല്ലേ, ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം വേഗേന നഷ്ടമാം ആയുസ്സും ഓർക്ക നീ എന്ന് ലക്ഷ്മണ സാന്ത്വനത്തിൽ ലക്ഷ്മണനെ ഉപദേശിക്കുന്ന വ്യക്തിയാണ് ആര്? എഴുത്തച്ഛൻ. സോ ഇതില് ഓപ്ഷൻ എ എന്താണ്? ഓപ്ഷൻ എ 3 ആണ് വരിക. ഓപ്ഷൻ എ 3 വരുന്ന ഒറ്റ ചോയ്സ് നമുക്കുള്ളൂ. അപ്പോ ഉത്തരം അപ്പൊ തന്നെ നമുക്ക് ക്ലിയർ ആണ് അല്ലെ. ഇനി B1 എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് എഴുത്തച്ഛനടുത്ത ഭാഷാക്രമം ഗണകേശ്വരൻ ആരാണ്? കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് അല്ലെ. അതുപോലെ തന്നെ നമ്മുടെ എഴുത്തച്ഛനെ പുതുമലയാൺമതൻ മഹേശ്വരൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? വള്ളത്തോളിന്റെ വരിയാണത് അല്ലെ, വള്ളത്തോളിന്റെ വരിയാണ്. അടുത്തത് പൂന്താനത്തിന്റെ തന്നെയാണ്. മന്നാശയാലും മദനാശയാലും പൊന്നാശയാലും മറുകുന്നു ലോകം എന്നുള്ളത് പൂന്താനമാണ്. സോ ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 4 ആണ്. അടുത്തതും ഒരു വരികൾ തന്നിട്ടുള്ള ഒരു മാച്ച് ദ ഫോളോയിങ് തന്നെയാണ്. ഇവിടെ ഒന്നാമത്തേത്, കാലം അതിന്റെ കനത്ത കരം കൊണ്ട് ലീലയാൽ ഒന്ന് പിടിച്ചു കുലുക്കിയാൽ പാടെ പതറിക്കൊഴിഞ്ഞു പോവും പൂക്കളും എന്ന് പറഞ്ഞിട്ടാണ് വള്ളത്തോൾ അത് പാടുന്നത്. സോ ഓപ്ഷൻ എ എന്ന് പറഞ്ഞ് മാച്ചിങ് ആയിട്ടുള്ളത് 4 ആണ് അല്ലെ. ഓപ്ഷൻ 4 വരുന്ന 2 ഓപ്ഷൻസ് നമുക്ക് ഇവിടെ ഉണ്ട്. വെമ്പുക വിളറുക വിറകൊള്ളുക നോക്കൂ നിൻ പുരോഭാഗത്തതാ ധീരതേജസാം നാളെ അല്ലെ. നാളെയെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ നാളെയെ കുറിച്ച് പറയുന്ന ഒരാൾ ആരാണ്? അത് ജി ആണ് അല്ലെ. നാളെ എന്താണ്? ഇന്ന് ഞാൻ നാളെ എന്നൊക്കെ പറഞ്ഞിട്ട് നാളെയെ കുറിച്ച് കൂടുതൽ പറയുന്ന ഒരു വ്യക്തിയാണ് അല്ലെ. നാളെ ഉണ്ടാവില്ല എന്ന് പറയുന്നത്. അപ്പൊ ജിയുടെ ആണ് ഓപ്ഷൻ ബി എന്ന് പറയുന്നത്. ഗീത ലയിച്ചൊരി മണ്ണിൽ മുളയ്ക്കുന്നത് ഏതും പവിത്ര ഫലാഢ്യമാണെന്നുമേ അല്ലെ. പവിത്ര ഫലാഢ്യമാണ് എന്നൊക്കെ ഇത്രയും ഇതായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ആരാണ്? ചങ്ങമ്പുഴയാണ്. ചങ്ങമ്പുഴയാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ സി 1. വരട്ടെ ദുരിതങ്ങൾ കേരളത്തിനുമേലും ചിരിക്കാൻ മറക്കാതെ ഇരിക്കാൻ കഴിഞ്ഞെങ്കിൽ. വളരെ പ്രശസ്തമായിട്ടുള്ള നമ്മുടെ വൈലോപ്പിള്ളിയുടെ വരികളാണ് ഈ പറഞ്ഞിട്ടുള്ളത്. സോ ഇവിടെ നമ്മുടെ ഉത്തരം ഏതാണ് വരിക? ഏതാണ് നമ്മുടെ ഉത്തരം? അതെ, ഓപ്ഷൻ 4 തന്നെയാണ് ഇവിടെയും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ചേരുംപടി ചേർക്കുക അല്ലെ. വീണ്ടും ഒരു ചേരുംപടി തന്നെയാണ്. ഇതും കവികൾ തന്നെയാണ്. നമ്മുടെ ഒരു ആധുനിക കവികളിലേക്ക് എത്തുമ്പോഴുള്ള കവികളാണ് അല്ലെ. വീണമായിപ്പതെങ്ങനെ ഓമനെ പാണിയിങ്കൽ വിലങ്ങുകിലുങ്ങവേ. ഒന്നാമത്തെ വരി അല്ലെ. നിങ്ങൾക്കിതൊന്നും മനസ്സിലാകുന്നില്ല, നിങ്ങൾ എലികളോ മാനുഷരോ അല്ലെ. എലികൾ എന്നുള്ള പ്രശസ്തമായിട്ടുള്ള കവിതയുടെ ആരുടെയാണ്? NV-യുടെ ആണ്, ഒരു സംശയവുമില്ല. ഇത്ര വാടിത്ത ഘോഷണത്തെ പോലെ വൃത്തികെട്ടിട്ടില്ല മറ്റൊന്നും മൊഴിയിൽ അല്ലെ. ഇങ്ങനെ ഇത്രയും ധാർഷ്ട്യത്തോടു കൂടി അത് പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ആരാണ്? ശക്തിയുടെ കവി എന്നറിയപ്പെടുന്ന ഇടശ്ശേരി തന്നെയാണ്, സംശയമില്ല അല്ലെ. മസൂരി വന്നു കുഞ്ഞിക്കേളനു മകരക്കൊയ്ത്തിനു പോയപ്പോൾ അല്ലെ. മസൂരി വന്നു കുഞ്ഞിക്കേളനു മകരക്കൊയ്ത്തിനു പോയപ്പോൾ ആരാണ് പറഞ്ഞിട്ടുള്ളത്? ആരാണ് അറിയോ? യെസ്, അത് വയലാറിന്റെ വരികളാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് വീണവായിപ്പതിനെങ്ങനെ ഓമനെ പാണിയിങ്കൽ വിലങ്ങുകിലുങ്ങവേ പി ഭാസ്കരൻ. നിങ്ങൾക്കിതൊന്നും മനസ്സിലാകുന്നില്ല, നിങ്ങൾ എലികളോ മാനുഷരോ NV കൃഷ്ണവാര്യർ അല്ലെ. B3. ഇത്ര വാടിത്ത ഘോഷണത്തെ പോലെ വൃത്തികെട്ടിട്ടില്ല മറ്റൊന്ന് മൊഴിയിൽ. ഓപ്ഷൻ സി 2. മസൂരി വന്ന് കുഞ്ഞിക്കേളനു മകരക്കൊയ്ത്തിനു പോയപ്പോൾ. ഓപ്ഷൻ 1 വയലാർ. അപ്പൊ നമ്മുടെ ഓപ്ഷൻ എന്ന് പറഞ്ഞ ചോയ്സ് 1 ആണ്. 93ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, ഇതും വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള അല്ലെ. ഉമർ ഖയ്യാമിന്റെ റുബായിയത്തിന്റെ വിവർത്തനം അല്ലെ. റുബായിയത്തിന് മലയാളത്തിൽ ഒരുപാട് വിവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ 4 വിവർത്തനങ്ങളാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. ഈ 4 ആൾക്കാരെയാണ് നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇതിൽ നമുക്ക് വിലാസലഹരി ആരാണ്? ഓപ്ഷൻ എ വിലാസലഹരി ജി ശങ്കരക്കുറിപ്പാണ് അല്ലെ. നമുക്കറിയാം വിലാസലഹരി ആരുടെയാണ്? ജിയുടെ ആണ്. ഓക്കെ, വിലാസലഹരി ജി ശങ്കരക്കുറിപ്പ്.
രസിക രസായനം. ആരുടെയാണ് രസിക രസായനം? ആരാണ്? ആലോചിച്ച് നോക്കൂ. ആരുടെയാണ് രസിക രസായനം എന്ന് പറയുന്നത്? യെസ്, ആരാണ്? നമ്മുടെ KM പണിക്കരുടെയാണ് അല്ലെ. ജീവിതോത്സവം MP അപ്പൻ, മധുരോത്സവം, ചില സ്ഥലത്ത് മദനോത്സവം എന്നും കാണും, ചങ്ങമ്പുഴയാണ്. അപ്പൊ നമ്മുടെ 94ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എത്രയാണ്? 1 അല്ലെ. ഓപ്ഷൻ ചോയ്സ് 1 ആണ് അല്ലെ. കറക്റ്റ് ആണ്. ചോയ്സ് 1 ആണ് ഉത്തരം. കഥയും കഥാകൃത്തുക്കളും അല്ലെ, ഇതും നമുക്കറിയാം. ഇതിൽ ഒന്ന് കിട്ടിയാൽ നമുക്ക് എല്ലാം കിട്ടും. ഏതാണ്? ഒറ്റക്കാടിന്റെ പുള്ളിമാൻ അല്ലെ. വളരെ വളരെ നമുക്ക് ഹൃദയത്തിനോട് ചേർത്ത് നിർത്താൻ, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു സങ്കടമൊക്കെ വരുന്ന ഒരു കഥയാണ് പുള്ളിമാൻ എന്ന് പറയുന്നത്. പെൺബുദ്ധിയും കിട്ടും അല്ലെ. സരസ്വതി അമ്മയുടെ പെൺബുദ്ധി കിട്ടും. തകഴിയുടെ പതിവ്രത എളുപ്പമുള്ളതായിട്ട് കിട്ടും. കൊല്ലരുതനിയാ കൊല്ലരുത് ദേവ് അല്ലെ. അപ്പൊ പതിവ്രത, തകഴി A3 എന്നൊക്കെ ചോയ്സേ ഉള്ളൂ അല്ലെ. A3, B4, C2, D1. സോ ഇവിടെയും ഓപ്ഷൻ ഏത് തന്നെയാണ് കറക്റ്റ്? ഓപ്ഷൻ 1 തന്നെയാണ് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഇനി 96ാമത്തെ ചോദ്യം അല്ലെ. ലീലാതിലകാരൻ പാട്ടിന് നൽകുന്ന നിർവചനത്തിലെ വൃത്തവിശേഷം എന്നത് അല്ലെ. ദ്രമിഡ സംഘാതാക്ഷര നിബദ്ധം ഇതുകമോന വൃത്തവിശേഷയുക്തം പാട്ട് എന്ന് ലീലാതിലകാരൻ നൽകുന്നുണ്ട്. അതിലെ വൃത്തവിശേഷം എന്നുള്ള എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? എന്താണ്? ഇതുകയും മോനയാണോ? അല്ല, ഇതുകയും മോനയും പ്രാസങ്ങളാണ് അല്ലെ. ഭാഷാവൃത്തങ്ങളാണോ? അതെ, ഭാഷാവൃത്തങ്ങളാണ്. അല്ലാതെ നമുക്ക് തൊട്ടടുത്തുള്ള ഓപ്ഷൻ നമുക്ക് സംശയം ഉണ്ടാക്കും. ദ്രാവിഡ വൃത്താണോ എന്നല്ലെ. ദ്രാവിഡ വൃത്തം അല്ല, അതിനെ പറയുന്നത് ഭാഷാവൃത്തം തന്നെയാണ്. സോ 2 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 4ാമത്തെ ഓപ്ഷൻ നോക്കൂ. ശാർദൂല വിക്രീഡിതം മുതലായ സംസ്കൃത വൃത്തങ്ങളിൽ അത് ഒഴിവാക്കാണല്ലോ പാട്ടിൽ ചെയ്യുന്നത്. സോ ഉത്തരം എന്ന് പറയുന്നത് 96ാമത്തെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ 2 ആണ്, ഭാഷാവൃത്തങ്ങൾ. അടുത്തത് വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. തൂവലൊഴിയലും നാഗൂറും അല്ലെ. നമുക്കറിയാം ഇതിൽ ഏത് കൃതിയാണ് അങ്ങനെ വിഭജിച്ചിരിക്കുന്നത്? തൂവലൊഴിയൽ നാഗൂർ എന്ന് പറഞ്ഞിട്ട്. സംശയമൊന്നുമില്ല, തിരുനിഴൽമാലയാണ് അങ്ങനെ വിഭജിച്ചിരിക്കുന്നത്. തൂവലൊഴിയലും നാഗൂറും എന്ന് പറഞ്ഞിട്ട് ഇതാക്കുന്ന പ്രാചീന പാട്ടുകൃതി എന്ന് പറയുന്നത് നമ്മുടെ M പുരുഷോത്തമൻ നായർ കണ്ടെത്തിയിട്ടുള്ള തിരുനിഴൽമാലയാണ്. ഓക്കെ. മോഹാലസ്യപ്പെട്ട് വീഴുന്ന നായകൻ തന്റെ സ്വപ്നാനുഭൂതിയായി പറഞ്ഞു കേൾപ്പിക്കുന്ന സന്ദേശം അല്ലെ. ഇതിൽ നമുക്ക് 2 സന്ദേശകാവ്യങ്ങളിലും നായകന്മാര് മോഹാലസ്യപ്പെട്ട് വീഴുന്നുണ്ട്. പക്ഷെ മോഹാലസ്യല്ല ഒന്നില്. ഉണ്ണുനീലി സന്ദേശവും കോക സന്ദേശവുമാണ് അങ്ങനെയുള്ള 2 കാവ്യങ്ങൾ. പക്ഷെ ഇവിടെ ഉണ്ണുനീലി സന്ദേശത്തിൽ നായകൻ എങ്ങനെയാണ് നരസിംഹമന്ത്രം ജപിച്ചിട്ടാണ് യക്ഷിയിൽ നിന്ന് വീഴുന്നത്. ഇവിടെ കോക സന്ദേശത്തിൽ മോഹാലസ്യപ്പെട്ട് വീഴുന്നു. സ്വപ്നാനുഭൂതിയായി പറഞ്ഞു കേൾപ്പിക്കുന്നത് ആരാണ്? കോക സന്ദേശത്തിലാണ്. ചിലപ്പോൾ സംശയം തോന്നും, പെട്ടെന്ന് നമ്മൾ ഉണ്ണുനീലി സന്ദേശത്തേക്ക് പോകുമെങ്കിലും എന്റെ ഉത്തരം കോക സന്ദേശമാണ്. ഉണ്ണുനീലി സന്ദേശത്തിൽ സ്വപ്നാനുഭൂതിയായിട്ട് പറഞ്ഞു കേൾപ്പിക്കുകയല്ല, പക്ഷെ കോക സന്ദേശത്തിൽ അതൊരു സ്വപ്നാനുഭൂതി ആയിട്ടാണ് പറഞ്ഞ് കേൾപ്പിക്കുന്നത്. ഓക്കെ. 99ാമത്തെ ചോദ്യം എന്താണ്? വിഭക്തി ഉണ്ടെന്നാകിൽ പഠിച്ചു പാടിക്കൊള്ളുവിൻ എന്ന ആഹ്വാനം ഏത് കൃതിയിലാണ് എന്നുള്ളതാണ് ചോദ്യം അല്ലെ. വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള, വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. മിക്കവാറും നെറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒഴിച്ചുകൂടാൻ പറ്റുന്ന ഒരു ചോദ്യം കൂടെയാണെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ഏതാണ്? ഗിരിജാ കല്യാണമാണ് അല്ലെ. ഉണ്ണായി വാര്യരുടെ ഗിരിജാ കല്യാണമാണ് ആ ഉത്തരം എന്ന് പറയുന്നത്. ഗിരിജാ കല്യാണം ഉണ്ണായി വാര്യരുടെയാണ്. ഓക്കെ. അവസാനത്തെ നമ്മൾ ഇന്ന് ഈ ഒരു പാർട്ടിൽ ചെയ്യുന്ന അവസാനത്തെ ചോദ്യം. അസ്തഗിരീശ്വരി മസ്തക സീമരി ഭാസ്കര ഭഗവാൻ മറിയും നേരം ഗതവതി സവിതരി ഗുഹകളിൽ നിന്നീ തിമിര കരീശ്വരികൾ ഇളകും നേരം ഏത് കൃതിയിൽ നിന്നാണ് അല്ലെ. പലർക്കും പെട്ടെന്ന് തെറ്റത് ചമ്പുവാണ്. യാതൊരു സംശയവും ഇല്ല. ഇത് ഭാഷാ നൈഷധം ചമ്പുവിലെ ആണ്. ഓക്കെ, ഭാഷാ നൈഷധം ചമ്പുവാണ്. നമുക്ക് പെട്ടെന്ന് തെറ്റിപ്പോയത് വളരെ പ്രധാനപ്പെട്ട ഒരു വരിയാണ് ഭാഷാ നൈഷധം ചമ്പുവിലെ. സോ ഇതൊരിക്കലും നമ്മൾ തെറ്റിക്കരുത്. ഓക്കെ. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ആദ്യത്തെ ഒരു 50 ചോദ്യങ്ങൾ നമ്മൾ ഇന്ന് നമ്മൾ നോക്കിയത്, ആൻസർ കീ നോക്കിയത്. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. നിങ്ങൾ ഉത്തരങ്ങൾ നോക്കുക, ശരിയായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ. എന്തായാലും എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എക്സാം കഴിഞ്ഞു, പക്ഷെ എങ്കിലും നമുക്ക് എന്താണ് നമ്മൾ ചെയ്തതൊക്കെ ശരിയാണോ നോക്കാനുള്ള സമയം നമുക്ക് ഉണ്ട് അല്ലെ. ഓക്കെ. അപ്പൊ എന്തായാലും എല്ലാവർക്കും താങ്ക് യു. ആൻഡ് എല്ലാവരും നന്നായിട്ട് ഒന്നും കൂടെ നോക്കുക. ഓക്കെ, താങ്ക് യു.